അന്ന് നമുക്ക് അങ്ങനെ കളക്ട് ചെയ്ത് പഠിക്കാം. പക്ഷെ അത്ര ആ രീതിയിലുള്ള ഒരു ചാപ്റ്റർ അല്ല. ഇതൊരു തിയററ്റിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള ഇത് ഫാർമസിയുടെ ഫങ്ഷൻസ് ഒക്കെ തിയറി ആയിട്ടൊക്കെയാ വന്നേക്കണേ. ഓക്കെ, അതിന്റെ ഒബ്ജക്റ്റീവ്സും എന്തൊക്കെ കാര്യങ്ങൾ എന്തൊക്കെ ലക്ഷ്യങ്ങളാണ് ഒരു ഫാർമസിക്ക് ഉള്ളത്, പിന്നെ അതിന്റെ അടിസ്ഥാന സൗകര്യങ്ങളാണ് അല്ലെ, ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ നമ്മൾ പറഞ്ഞു. എവിടെ ലൊക്കേറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞത്? രാജി ഒന്ന് പറയാമോ? വേർ ഷുഡ് ബി എ ഹോസ്പിറ്റൽ ഫാർമസി? എവിടെയാകാം ഒരു ഹോസ്പിറ്റലിന്റെ ഫാർമസി? രാജി ജിതിൽ ഉണ്ടോ? ഒറ്റ പേര് ഒരു പ്രാവശ്യം വിളിക്കുള്ളൂ. ഒന്ന് പറഞ്ഞേ, എവിടെയായിരിക്കാം? ഞാൻ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ കയറിയില്ല? ഇല്ല കേറിയിട്ടില്ല. റെക്കോർഡഡ് ക്ലാസ് കാണുന്നില്ലേ? ഈ കേറാത്തവരൊക്കെ ഒന്ന് റെക്കോർഡഡ് ക്ലാസ് കാണണോട്ടാ. നമുക്കല്ലെങ്കിൽ എല്ലാം കൂട്ടി വെച്ച് ഒറ്റ ഇരിപ്പിൽ കണ്ട് എക്സാംസ് കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എളുപ്പം നടക്കില്ല. നിങ്ങളുടെ എക്സാംസ് വരാൻ ഇരിക്കുകയാണ്. ആദ്യം നമ്മൾ ഈ ഒരു സെപ്റ്റംബർ ഫസ്റ്റ് വീക്കോടുകൂടിയൊക്കെ ചിലപ്പോ എക്സാംസ് ഉണ്ടാകുമായിരിക്കും. കാരണം നമ്മളുടെ ഫസ്റ്റ് സെം, അതായത് നിങ്ങളുടെ 6 months കോഴ്സിന്റെ പകുതി ഭാഗത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പൊ ആ പകുതി ഭാഗത്തേക്ക് എത്താറാവുമ്പോ നമ്മളൊരു എക്സാം പറഞ്ഞിരുന്നു ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ. അപ്പൊ നിങ്ങൾക്ക് അതിനുള്ള ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആയിരിക്കും ഓരോ എക്സാംസിലും വരിക എന്നുള്ള കാര്യങ്ങളും അങ്ങനെയൊക്കെയുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഒഫീഷ്യലായിട്ട് തരും. പക്ഷെ അതെല്ലാം കൂടി ഒരുമിച്ചിരുന്ന് നമ്മൾ 35 ചാപ്റ്റർ ഉണ്ട് ഈ ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾസിൽ. അപ്പൊ അങ്ങനെ ഇതെല്ലാം കൂടി ഒരുമിച്ച് ഒറ്റയടിക്ക് ഇരുന്നിട്ട് നമുക്ക് കണ്ടു തീർത്ത് കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാ ദിവസത്തെയും റെക്കോർഡഡ് ക്ലാസ്, ഇപ്പൊ ലൈവ് ക്ലാസ്സിൽ കയറാൻ പറ്റാത്തവരും ഓക്കെ, കുഴപ്പമില്ല നമുക്ക്. പക്ഷെ നമ്മൾ ആ ഒരു എന്താ പറയാ ഫെസിലിറ്റിയും കൂടി ഉള്ളത് കൊണ്ടാണല്ലോ നമ്മൾ ഇങ്ങനത്തെ കോഴ്സുകൾ പഠിക്കുന്നത് അല്ലെ. നമുക്ക് എപ്പോ വേണമെങ്കിലും ഇരുന്ന് സൗകര്യപ്രദമായി കണ്ടാൽ മതി. പക്ഷെ അത് കൂട്ടി ഇട്ടുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത് വലിയ ബേർഡനായി മാറും. അപ്പൊ അതില്ലാതിരിക്കാനാണ് ഈ പറയുന്നത്. അപ്പൊ ജസ്റ്റ് ഒന്ന് 1-2 പ്രാവശ്യം ഏത് പോർഷനാണ് ടീച്ചേഴ്സ് എടുക്കുന്നത്, 2 ക്ലാസ്സസ് ഓരോ ദിവസവും ഉണ്ടല്ലോ. അപ്പൊ ആ ക്ലാസ്സിൽ എടുത്ത ചാപ്റ്റർ ഏതാണെന്ന് എടുക്കുക, അത് നോട്ട് എടുത്ത് വെച്ച് വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ക്ലാരിഫിക്കേഷന്റെ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോസ് അല്ലെങ്കിൽ വീഡിയോസ് മാത്രമായിട്ട് ഫുൾ ടൈം ഇരുന്ന് കാണാൻ പറ്റുന്നവർക്ക് സൗകര്യമുണ്ടെങ്കിൽ അങ്ങനെ കാണും. അപ്പൊ 2 മണിക്കൂർ നമ്മൾ ഒരു ദിവസത്തിൽ മാറ്റി വെക്കേണ്ടി വരും ഈ 2 ടീച്ചേഴ്സിന്റെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാനായിട്ട് അല്ലെ, റെക്കോർഡഡ് ക്ലാസ് കാണുന്നവരാണെങ്കിലും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അവർ ഏത് ചാപ്റ്റർ ആണ് എടുത്തത്, ഏത് ഭാഗമാണ് എടുത്തത്, അതൊന്ന് എടുത്തു വെച്ച് 1-2-3 പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അപ്പൊ പിന്നെ വലിയ പ്രശ്നമില്ല. അപ്പൊ നമുക്ക് ഫുൾ ടൈം ആ റെക്കോർഡഡ് വീഡിയോ കാണണമെന്ന് വലിയ നിർബന്ധമില്ല. അല്ലാതെ ഏതെങ്കിലും ഒരു ഭാഗത്തിന്റെ ക്ലാരിഫിക്കേഷൻ വേണം, ഇന്ന ഭാഗം എന്തായാലും ക്ലിയർ ആയില്ല, അതെന്താണോ ടീച്ചർ പറഞ്ഞതെന്നൊന്ന് കാണണമെന്നുണ്ടെങ്കിൽ ആ സമയം ആ ഒരു പോർഷൻ എടുത്തു വെച്ച് നിങ്ങളൊന്ന് കാണാം. അല്ലാതെ കാണാതെ വിടരുത്. വാച്ച് ചെയ്യാതെ നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ കയറരുത്. ഓക്കെ, അത് പറയാമോ? അനഘ കൃഷ്ണ, വേർ ഷുഡ് ബി എ ഹോസ്പിറ്റൽ ഫാർമസി ലൊക്കേറ്റഡ്? അനഘ. ആര്യ പറയാമോ? ആര്യ വിളിക്കുന്ന ആൾക്കാരൊന്നും ഇല്ലല്ലോ. ഞാൻ പറയട്ടെ മാം. ഗ്രൗണ്ട് ഫ്ലോറിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിൽ? വെരി ഗുഡ്. ഗ്രൗണ്ട് ഫ്ലോറിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിലായിരിക്കണം ഒരു ഫാർമസി ലൊക്കേറ്റ് ചെയ്യേണ്ടത്. ഏറ്റവും പൊക്കത്തില് 10 നിലയും ബഹുനില മൾട്ടി സ്റ്റോറീഡ് ആയിട്ടുള്ള ബിൽഡിങ്സ് ആണ് ഇന്ന് ഹോസ്പിറ്റൽസ് കൂടുതലും പണിയുന്നത്. അപ്പൊ അതിന്റെയൊക്കെ ഏറ്റവും തുമ്പത്ത് കൊണ്ടായി വെച്ചിട്ട് എന്താ പറയാ വരുന്ന പേഷ്യൻസ് എല്ലാം കൂടി അങ്ങോട്ട് പിടച്ചു കയറാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. ലിഫ്റ്റ് ഉണ്ട് നമുക്കറിയാം. പക്ഷെ എങ്കിലും അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഓരോരുത്തർക്കുണ്ട്. ചിലർക്ക് അതിൽ കയറാനുള്ള പേടിയുള്ളവരുണ്ട് അല്ലെ, കുടുങ്ങി പോകുന്നൊക്കെ ഉള്ള പേടിയുള്ളവരുണ്ട്. അപ്പൊ അത്തരം സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിട്ട് അറ്റ്ലീസ്റ്റ് ഫസ്റ്റ് ഫ്ലോറിലൊക്കെ ആണെങ്കിൽ നമുക്ക് സ്റ്റെപ്പ് കയറിയെങ്കിലും പോകാമല്ലോ, പേടിക്കണ്ട. അല്ലാന്നുണ്ടെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ അങ്ങനെയൊക്കെയുള്ള സ്ഥലത്തായിരിക്കണം നമ്മുടെ ഹോസ്പിറ്റൽ ഫാർമസി ലൊക്കേറ്റ് ചെയ്യേണ്ടത്. OP ഫാർമസിയില് എന്താ പറയാ പേഷ്യൻസ് വെയിറ്റിംഗ് ഫോർ ദ മെഡിസിൻസ്, അതായത് മെഡിസിൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ എന്താ പറയാ അവിടെ ഒരു എഡ്യൂക്കേറ്റീവ് പോസ്റ്റേഴ്സ്, അതായത് നമുക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള നമുക്ക് മനസ്സിലാക്കി തരാൻ ഒരു എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ പുസ്തകം മാത്സും ഇംഗ്ലീഷും സയൻസും ഒക്കെ കൊണ്ടു വെച്ച് വിടർത്തി വെച്ചിട്ട് അതിന്റെ പോസ്റ്റേഴ്സ് അല്ല ഉദ്ദേശിക്കുന്നത്. നമുക്ക് എഡ്യൂക്കേറ്റീവ്, നമ്മൾക്ക് അറിവ് പകർന്നു തരാൻ നമുക്ക് ചിലപ്പോൾ ചില കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള എന്താ പറയാ അറിവില്ലായ്മ ഉണ്ടാകും. എല്ലാത്തിനെയും കുറിച്ച് നമുക്ക് അറിവുള്ളവരല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അത്തരം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള പോസ്റ്റേഴ്സോ അല്ലെങ്കിൽ മാഗസിൻസോ മറ്റു കാര്യങ്ങളോ
അത് വായിക്കാനോ ഒക്കെ വേണ്ടിയിട്ടുള്ള സാധനം ഒന്ന് ഡിസ്പ്ലേ ചെയ്യുക, അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരിക്കണം. ആൻഡ് ഇറ്റ് ഷുഡ് ഹാവ് എ പ്രൊഫഷണൽ ലുക്ക് എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. ഒരു പ്രൊഫഷണൽ ലുക്ക് തരുന്ന രീതിയിലായിരിക്കണം ഫാർമസി ഉണ്ടാകേണ്ടത്. കാണുമ്പോ തന്നെ ഒരു എല്ലാവരും കാണുന്നത് ഇത്, അല്ലെങ്കിൽ പറയില്ലേ ഈ തിങ്ങി കൂടി ആളുകളൊക്കെ കൂടി അവിടെ ഇവിടെ ഒക്കെ കൂട്ടം കൂടി നിൽക്കുന്നു. ഈ ഇപ്പോഴത്തെ ഹോസ്പിറ്റൽസിലൊക്കെ നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ ഫാർമസിയുടെ ഫ്രണ്ടിലൊക്കെ കുറെ സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. സോ ദാറ്റ് നമുക്ക് അവിടെ ഒന്ന് വെയിറ്റ് ചെയ്യാം കുറച്ചു നേരമൊക്കെ. എന്നിട്ട് നമ്മുടെ ടോക്കൺ അവിടെ ഡിജിറ്റൽ ആയതുകൊണ്ട് ഇപ്പൊ ടോക്കൺസിന്റെ നമ്പേഴ്സ് ഒക്കെ അവിടെ ഡിജിറ്റൽ പ്രിന്റ് ആയിട്ട് വരും. അപ്പൊ നമുക്കത് നോക്കി നമ്മുടെ ടേൺ വരുമ്പോൾ നമുക്കത് പോയി കളക്ട് ചെയ്ത് വി ക്യാൻ ഗോ ഹോം അല്ലെ, നമുക്ക് വീട്ടിൽ പോകാൻ പറ്റും. ഇനി മാത്രമല്ല ഒരു ഹൈജീനിക് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരിക്കണം ഹോസ്പിറ്റൽ ഫാർമസിയുടെ ഫ്രണ്ടിൽ ഉണ്ടായിരിക്കാം. ഇനി സൂട്ടബിൾ സ്പേസ്, ഓരോ മെഡിസിൻസിനും ഓരോ രീതിയിലുള്ള സ്പേസുകൾ കൊടുത്തിട്ടുണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ ഈ മരുന്നുകൾ എന്താ പറയാ ക്യാപ്സൂൾ പോലത്തെയും അതുപോലെയുള്ള പൊതിഞ്ഞിട്ടുള്ള മരുന്നുകളൊക്കെ ഉണ്ട്, ഗുളികകളും മറ്റു കാര്യങ്ങളൊക്കെ, അതിനൊക്കെ ഒരു പ്രത്യേക സ്ഥലം. പൗഡർ രൂപത്തിലുള്ള പൗഡേർഡ് ആയിട്ടുള്ള മെഡിസിൻസ് ഉണ്ട് പൊടി പോലത്തേക്ക്, അതിന് വേറെ സ്ഥലം. ഓയിൻമെന്റുകൾക്ക് വേറെ സ്ഥലം. ഇതെല്ലാം കൂടി കൂട്ടിക്കലർത്തി മിക്സ് ചെയ്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് തന്നെ ബുദ്ധിമുട്ടാണ് അത് എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് അല്ലെ. അപ്പൊ ഫാർമസിയിൽ അത്തരം അറേഞ്ച്മെന്റുകളൊക്കെ വേണം. സ്റ്റോക്ക് സൊല്യൂഷൻസ് ഒക്കെ വെക്കുമ്പോഴും അതുപോലെ തന്നെ ഈ ഹൈഡ്രോക്സൈഡ് പോലെയുള്ള ചില സ്റ്റോക്കുകളൊക്കെ ഇങ്ങനെ സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും ഇങ്ങനെ മിക്സ് ചെയ്യേണ്ടതൊക്കെ. അപ്പൊ അതൊക്കെ സെപ്പറേറ്റ് ചെയ്ത് വേറെ സ്ഥലത്തൊക്കെ വെക്കുക. പിന്നെ ഓഫീസ് ഓഫ് ദ ചീഫ്, അതായത് ഹോസ്പിറ്റലിന്റെ ചീഫ് ഫാർമസിസ്റ്റിന് ഇരിക്കാൻ അല്ലെങ്കിൽ അതിനുള്ള സൗകര്യമായിട്ടുള്ള ഒരു ചെറിയ ഓഫീസ് പോലെ ഫാർമസിക്കകത്ത് തന്നെ ഉണ്ടായിരിക്കണം. പാക്കിംഗ് ഏരിയ, അതുപോലെ ലേബലിംഗ് ഏരിയ, ഇത് പാക്ക് ചെയ്ത് കൊടുക്കാനും അതുപോലെ ലേബൽ ചെയ്ത് കൊടുക്കാനും ഒക്കെ പർട്ടിക്കുലർ ഏരിയാസ് ഉണ്ടായിരിക്കും. ആൻഡ് സം മെഡിസിൻസ് ഹാവ് ടു ബി റെഫ്രിജറേറ്റഡ് അല്ലെ. ചില മെഡിസിൻസ് കോൾഡ് സ്റ്റോറേജിൽ വെക്കേണ്ടി വരും, റെഫ്രിജറേഷൻസിൽ കൊടുക്കേണ്ടി വരും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ, ഇപ്പൊ ഫ്രിഡ്ജോ അതിന് വേണ്ടിയിട്ടുള്ള റെഫ്രിജറേറ്റേഴ്സ് ഒക്കെ വേണ്ടി വരും. റിസർച്ച് വിങ്, അതായത് റിസർച്ച് നടത്താൻ വേണ്ടി സ്റ്റുഡൻസ് പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട് മാത്രമല്ല നമ്മളുടെ ഹോസ്പിറ്റൽസിൽ പുതിയ പുതിയ രോഗങ്ങളുമായിട്ട് വരുന്ന മെഡിസിൻസിന് ഹൗ ക്യാൻ ബി ട്രീറ്റ് ബൈ യൂസിങ് അവർ ഡിസ്കവേർഡ് ഓർ റിസർച്ച്ഡ് മെഡിസിൻസ് എങ്ങനെ ഉപയോഗിക്കാം, അവർ തന്നെ സ്വന്തമാക്കി ഉണ്ടാക്കി ഗവേഷണങ്ങളിലൂടെ ഉണ്ടാക്കിയെടുത്ത മെഡിസിൻസ് ഒക്കെ മറ്റുള്ള പേഷ്യൻസിന് കൊടുക്കാനായിട്ട് ടെസ്റ്റ് ഒക്കെ ചെയ്യാനും ഒക്കെ എല്ലാത്തിനും വേണ്ടി ഒരു റിസർച്ച് വിങ് അവിടെ ഉണ്ടായിരിക്കണം. ആൻഡ് ഫാർമസിക്ക് ഒരു സ്റ്റോർ റൂം, അതായത് എല്ലാ മെഡിസിൻസ് വിച്ച് ആർ ബ്രോട്ട് ഇൻ ദ ഹോസ്പിറ്റൽ വിൽ നോട്ട് ബി ഡിസ്പ്ലേഡ് ഇൻ ദ റാക്സ് അല്ലെ. അതായത് വാങ്ങി വെച്ചിരിക്കുന്ന എല്ലാ മെഡിസിൻസും ആ റാക്സിൽ ഡിസ്പ്ലേ ചെയ്യണമെന്നില്ല. അതിൽ നിന്ന് സ്റ്റോക്കുകൾ തീരുന്നതനുസരിച്ച് വേണ്ടി മാത്രം വീണ്ടും വീണ്ടും കൊണ്ടുവന്ന് അറേഞ്ച് ചെയ്ത് വെച്ചാൽ മതി. അതർവൈസ് ഇറ്റ് ഷുഡ് ബി സ്റ്റോർഡ് സംവെയർ. ഇതെല്ലാം എവിടെയെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റോർ ചെയ്ത് വെക്കണം എന്നുള്ള കാര്യം. അതിന് വേണ്ടിയിട്ട് സ്റ്റോർ റൂം ഉണ്ടായിരിക്കണം. ഒരു ലൈബ്രറി ഫോർ റെഫറൻസ് ആണ്, അവരുടെ റെഫറൻസിന് വേണ്ടി. കഥാപുസ്തകങ്ങളോ മറ്റ് നോവലോ അങ്ങനത്തെ കാര്യങ്ങളല്ല, അവരുടെ റിസർച്ച് നടത്തുന്നതുമായി ബന്ധപ്പെട്ടോ മെഡിസിൻസ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടോ ഇഫ് ദേ ഹാവ് എനി ഡൗട്ട്സ് ദേ ക്യാൻ ക്ലിയർ ഫ്രം ദ ബുക്സ് വിച്ച് ആർ കെപ്റ്റ് ഇൻ ദ ലൈബ്രറി അല്ലെ. ലൈബ്രറി ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള സാധനങ്ങൾ വേണമെങ്കിൽ ചെയ്ത് നോക്കി അവർക്ക് റെഫർ ചെയ്തതിന് ശേഷം മാത്രം, കൺഫേം ചെയ്തിട്ട് മാത്രം അല്ലെ. ചില മെഡിസിൻസ് വെൻ വി ആർ പ്രൊവൈഡിങ് ടു ദ പേഷ്യൻസ് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മെഡിസിൻസ് കൊടുക്കുമ്പോൾ. കാരണം നമ്മൾ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നതും അത് എഴുതിയിരിക്കും തന്നെയാണ് കൊടുക്കുന്നത്. പക്ഷെ അത് കൺഫേം ചെയ്യണം, നമ്മൾ വായിച്ചത് നമ്മൾ മനസ്സിലാക്കിയെടുത്തത് ആ രീതിയിൽ തന്നെയാണോ. കാരണം ഡോക്ടേഴ്സ് ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത് നമുക്കറിയാലോ അല്ലെ. അപ്പൊ ഓരോരുത്തർക്കും അവരവരുടേതായ സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് ഉണ്ട്. അവരപ്പോ ആ രീതിയിൽ എഴുതുമ്പോൾ ആദ്യത്തെ അക്ഷരം മാത്രം വായിച്ചു നോക്കിയിട്ട് അതായിരിക്കും എന്ന് വിചാരിക്കരുത്, കൺക്ലൂഡ് ചെയ്യരുത്. അത് ഒന്ന് കൺഫേം ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഫർ ചെയ്യണമെങ്കിൽ വി ഹാവ് ടു യൂസ് ദീസ് ബുക്സ്. ഇതിലുള്ള ബുക്കുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. പിന്നെ ആൻഡ് മോസ്റ്റ് ഡേഞ്ചറസ് ആയിട്ടുള്ള മറ്റൊരു ഏരിയ ആണ് റേഡിയോ ഐസോട്ടോപ്സ് പോലെയുള്ള ഹൈ ആക്സിലറേറ്റഡ് ആയിട്ടുള്ള എന്താ പറയാ നമ്മളുടെ മെഡിസിൻസ് കീപ്പ് ചെയ്യുന്ന ഐസോട്ടോപ്സ്, റേസ് ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങൾ അല്ലെ. നമ്മുടെ ന്യൂക്ലിയർ മെഡിസിൻ പോലെയുള്ളതൊക്കെ അതൊക്കെ ഇമേജിംഗ് ടെസ്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. ആൻഡ് ഷുഡ് ബി കെപ്റ്റ് ഇൻ സ്റ്റോർഡ്, അതായത് വളരെ നല്ല രീതിയിലുള്ള സ്റ്റോർ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് ലോക്ക് ചെയ്ത ഏരിയയിലൊക്കെ ആയിരിക്കണം ഇത് എന്ത് ചെയ്യേണ്ടത്, കീപ്പ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം പറഞ്ഞു. ആൻഡ് വൈൽ ഇറ്റ് ഈസ് നോട്ട് ഇൻ യൂസ്, നമ്മൾ അത് ഉപയോഗിക്കുന്നില്ല എങ്കിൽ ഇറ്റ് ഷുഡ് ബി റെഫ്രിജറേറ്റഡ് ഓർ യു കെപ്റ്റ് ഇൻ ഫ്രീസേഴ്സ് ഇൻ ദ ലാബ്. അതായത് നമ്മുടെ ലാബിലോ അല്ലെങ്കിൽ ഹോൾവേയിലോ, ഹോൾവേ എന്ന് പറഞ്ഞാൽ ഞാൻ എന്താന്ന് പറഞ്ഞു, നമ്മളുടെ ഒരു മുറിയിൽ നിന്നും ഒരു സ്ഥലത്ത് കവർ ചെയ്ത് മറ്റൊരിടത്തേക്ക് പോകാനുള്ള ഒരു പാസേജ്, ദാറ്റ്സ് കോൾഡ് ഹോൾവേ. നമ്മുടെ വീടുകൾക്കൊക്കെ ഉണ്ടാകും അല്ലെ. ഇപ്പൊ ഒരു റൂം, അതിന്റെ അപ്പുറത്ത് ഒരു എന്താ പറയാ സ്റ്റെയർ, അതിന്റെ ഇടയിൽ ഒരു പാത്ത് ഉണ്ടായിരിക്കും, ഒരു വഴി. ചിലപ്പോൾ അടുത്ത മുറിയിലേക്ക് പോകാനായിരിക്കാം, ചിലപ്പോൾ വാഷ്റൂമിലേക്ക് പോകാനായിരിക്കാം, എന്തെങ്കിലും ആ ഒരു വേനെയാണ് നമ്മൾ പാത്ത് വേ അല്ലെങ്കിൽ ഹോൾവേ അല്ലെങ്കിൽ ഒരു
പാത്ത് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ അവിടെയൊക്കെ വെക്കുമ്പോ എന്ത് ചെയ്യണം? ദ ഫ്രീസർ ഓർ ദ റെഫ്രിജറേറ്റർ ഷുഡ് ബി ലോക്ക്ഡ്. അങ്ങനെ വഴി കൂടിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പറയുന്ന സാധനങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ അതെപ്പോഴും ലോക്ക് ചെയ്ത് വെക്കണം. കാരണം പോകുകയും വരികയും ചെയ്യുന്ന ആൾക്കാർ ചിലപ്പോൾ പെട്ടെന്ന് ഒരു ഫ്രീസർ ആണല്ലോ അല്ലെങ്കിൽ ഒരു ഫ്രിഡ്ജ് ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് പതുക്കെ തുറക്കാനിടയുണ്ട്. അപ്പൊ അതൊക്കെ ഇതുപോലെയുള്ള ലീക്കേജസ് സംഭവിക്കാനായിട്ടും സാധ്യതകളുണ്ട്. അപ്പൊ അതൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനൊക്കെ നമുക്ക് അത്തരം കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറ്റ് ഷുഡ് ബി ലോക്ക്ഡ്. റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ ഫ്രീസർ ലോക്ക് ചെയ്യണം. ഇതാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെ. ഇൻഫ്രാസ്ട്രക്ചർ വരെ പറഞ്ഞു തീർന്നു. ഇനി ഓടിച്ചിട്ട് പറഞ്ഞതോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ക്ലിയർ ആവാത്തതോ ഉണ്ടെങ്കിൽ ഒന്നുകൂടി മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എടുത്ത് പറഞ്ഞേ ഉള്ളൂ. ഇസ് ഇറ്റ് ക്ലിയർ നൗ? വരാത്തവരും കേൾക്കാത്തവർക്ക് മനസ്സിലായോ? സൗണ്ടിലൊന്നും ക്ലിയർ ചെയ്യാൻ സൗണ്ടിനൊന്നും കുഴപ്പമില്ലല്ലോ. എന്റെ സൗണ്ടിനല്ല, നിങ്ങൾക്ക് റീച്ച് ചെയ്യുന്ന സൗണ്ടിന് കുഴപ്പമുണ്ടാവും? ഓൾ മ്യൂട്ട് കൊടുത്തിട്ടില്ല, അതുകൊണ്ടാ ചോദിക്കണേ. ഓക്കെ, ആളുകളുടെ എണ്ണം കുറവായതുകൊണ്ടേ ചിലപ്പോ അങ്ങനെ ഓൾ മ്യൂട്ട് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനെങ്കിൽ ചോദിക്കാം ഇടയ്ക്ക് വെച്ചിട്ട്. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു ദ നെക്സ്റ്റ് ടോപ്പിക്. ഇതിനകത്ത് ഈ ഫാർമസിയുടെ മറ്റു കാര്യങ്ങളെ കുറിച്ചിട്ട് വീണ്ടും നമുക്ക് അറിയാം. ആൻഡ് അടുത്ത പോർഷൻ എന്താന്ന് നോക്കിയേ, എക്യുപ്മെന്റ്സ് വിച്ച് ആർ നീഡഡ് ഇൻ എ ഹോസ്പിറ്റൽ ഫാർമസി. ഹോസ്പിറ്റലിന്റെ ഫാർമസിയിൽ ആവശ്യമുള്ള എക്യുപ്മെന്റുകൾ എന്തൊക്കെയാണ്? എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് ഒരു ഹോസ്പിറ്റലിന്റെ ഫാർമസിയിൽ? ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പൊ എക്യുപ്മെന്റ്സ് യൂസ്ഡ് ഇൻ ഹോസ്പിറ്റൽ ഫാർമസിയിൽ എന്തൊക്കെ വേണം? ഒരു ഹോസ്പിറ്റലിന്റെ ഫാർമസിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, പ്രിസ്ക്രിപ്ഷൻ കേസ് ആണ്. പ്രിസ്ക്രിപ്ഷൻ കേസ് ആദ്യം വേണ്ടത് എന്താ? അതായത് നമ്മളിപ്പോ ഹോസ്പിറ്റൽസിൽ നിന്ന് ഡോക്ടേഴ്സ് നമുക്ക് എഴുതി തരുന്ന നമ്മളുടെ കയ്യിലേക്ക് അല്ലെങ്കിൽ ചിലപ്പോൾ നഴ്സിന്റെ കയ്യിലേക്ക് അത് നമ്മളെ കേസ് ഷീറ്റും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ മരുന്നുകളൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ആ സാധനം ഒക്കെ എഴുതിയതിനു ശേഷം ഇത് അവിടെ ഹോസ്പിറ്റലിന്റെ ഫാർമസിയിലേക്ക് കൊണ്ടുകൊടുക്കും. അല്ലെ, ഒന്നുകിൽ നഴ്സ് ആയിരിക്കും, മിക്കവാറും അവർ തന്നെയാണ്. അവരത് റെസ്പെക്റ്റീവ് ആ ഒരു ഫ്ലോറിൽ അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള നഴ്സ് അത് കൊണ്ടുപോയി ഫാർമസിയിലേക്ക് ഏൽപ്പിക്കും. അപ്പൊ അത് വെക്കാനായിട്ട് ഒരു കേസ്, ഒരു ട്രേയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരിക്കും. അപ്പൊ അവിടെയാണ് അത് പ്ലേസ് ചെയ്യുക. സോ അക്കോർഡിംഗ് ടു ദ നമ്പർ, ആ വരുന്ന ആദ്യം വന്ന പേഷ്യൻസിന്റെ പ്രിസ്ക്രിപ്ഷൻ ഫോമെല്ലാം എടുത്തു നോക്കി മരുന്നുകൾ കൊടുക്കേണ്ടത്. അല്ലാണ്ട് എല്ലാം കൂടി കൂട്ടി കുഴച്ചിട്ടിട്ട് അവർക്ക് ഇഷ്ടമുള്ള പോലെ എടുത്തു കൊടുക്കാൻ പറ്റുമോ? എല്ലാവരും പേഷ്യൻസ് ആണ്, എല്ലാവരും വന്നിരിക്കുന്നത് അവരവരുടെ കാര്യം നടത്തി എത്രയും പെട്ടെന്ന് വീട്ടിൽ പോകാനാണ്. ആ സമയത്ത് അങ്ങനെയുള്ള ഡിസ്അറേഞ്ച്മെന്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അല്ലെ, കൃത്യമായിട്ട് വരാൻ വേണ്ടിയിട്ട് അത് അവരെന്ത് ചെയ്തു? കറക്റ്റ് ആയിട്ട് കൊണ്ടുവന്ന് മീതെ കൊണ്ടുവന്ന് വെക്കും. സോ ദാറ്റ് ആദ്യം വന്നവരുടെ ഏറ്റവും അടിയിൽ ഉണ്ടായിരിക്കും അല്ലെ, ഏറ്റവും ആദ്യം വന്നിരിക്കുന്നവരുടെ. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു സാധനം അതൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കേസ് ഉണ്ടായിരിക്കണം. ഡ്രഗ് സ്റ്റോക്ക് കബേർഡ് വിത്ത് പ്രോപ്പർ ഷെൽഫ്സ് ആൻഡ് ഡ്രോയേഴ്സ്. പിന്നെ ഈ പറയുന്ന പോലെ കബേർഡുകൾ ചിലപ്പോ ഇങ്ങനെ എന്താ പറയാ, ഡ്രോയർ ഒക്കെ ഉള്ളതില്ലേ, ഷെൽഫുകളും അതുപോലെ തന്നെ ഡ്രോയേഴ്സും ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തിനു മേടിക്കാനായിട്ട്? നമ്മുടെ മെഡിസിൻസ്, ഡ്രഗ്സ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ വരുന്നതനുസരിച്ച് പേഷ്യൻസിന് അവരുടെ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് തെക്കൻ പ്രൊവൈഡ് ചെയ്ത് അവർക്ക് അതിൽ നിന്ന് എടുത്ത് ആളുകൾക്ക് കൊടുക്കാനായിട്ട്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. അതെടുത്തിട്ട് അങ്ങനെ തന്നെ കൊടുക്കാല്ലേ, നമുക്കറിയാം എന്തൊക്കെയാ ചെയ്യാന്ന്. ആൻഡ് നെക്സ്റ്റ് വൺ സെക്ഷണൽ ഡ്രോയേഴ്സ്. അതായത് ഒരു ഡ്രോയറിൽ തന്നെ ചിലപ്പോൾ പല സെക്ഷൻസ് ആയിട്ടൊക്കെ തരം തിരിച്ചിട്ട് ഓരോ എന്താ പറയാ കുഞ്ഞു കുഞ്ഞു മെഡിസിൻസ് ഒക്കെ ആണെങ്കിൽ, ചെറിയ മെഡിസിൻസ് ഒക്കെ ആണെങ്കിൽ ഒരു ഡ്രോയറിന് തന്നെ സെക്ഷൻ ആയിട്ടൊക്കെ തരം തിരിച്ചിട്ട് ക്യാബിനറ്റുകളായിട്ടൊക്കെ തരം തിരിച്ച് അവർക്ക് എന്ത് ചെയ്യാം? കബോർഡൊക്കെ വെച്ച് അറേഞ്ച് ചെയ്തൊക്കെ കറക്റ്റ് ആയിട്ട് വെക്കണം. മെഡിസിൻസ് തമ്മിൽ മിക്സ് ചെയ്തോ അല്ലെങ്കിൽ കൂട്ടിക്കുഴച്ചോ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് സെക്ഷണൽ ഡ്രോയേഴ്സും ക്യാബിനറ്റ്സും ഒക്കെ ഉണ്ടായിരിക്കും. വർക്ക് ടേബിൾസ് ആൻഡ് കൗണ്ടേഴ്സ് ഫോർ റെഗുലർ ഡിസ്പെൻസിങ്. അതായത് ഇത് പുറത്തേക്ക് നമുക്കറിയാലോ, മെഡിസിൻ വാങ്ങിക്കുന്ന സ്ഥലം വലിയ ഓപ്പണിംഗ് ഒരു സ്ഥലമായിരിക്കില്ല, അപ്പൊ ക്ലോസ്ഡ് ആയിരിക്കും. അതിനകത്ത് നമ്മുടെ ഒരു കൈയൊക്കെ ഇടാൻ വേണ്ടി പാകത്തിന് മാത്രം ഒരു ചെറിയ
ഒരു ഓപ്പൺ ഉണ്ടായിരിക്കും അല്ലെ, അതിൽ കൂടി കൈയിട്ടിട്ടാ നമ്മൾ വാങ്ങിക്കുന്നത്, നമുക്ക് തരുന്നത് അതിൽ കൂടിയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവിടെ ഇരിക്കാൻ, അവിടെ ഇരുന്ന് അതൊക്കെ ചെയ്യാനും എടുത്തു കൊടുക്കാനും ഒരു ടേബിള് കറക്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം. വർക്ക് ടേബിൾസ് അവർക്ക് ജോലി ചെയ്യാൻ, ഈ പറയുന്ന മെഡിസിൻസ് ഒക്കെ എടുത്ത് അത് കവറിനകത്തൊക്കെ ഇട്ട് അതിലെ പേരൊക്കെ എഴുതി, എന്ത് മെഡിസിൻ ആണെന്ന് മുകളിൽ എഴുതി, അത് എത്ര സമയം എങ്ങനെയൊക്കെ കഴിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ട് അത് എന്ത് ചെയ്യുന്നു, നമുക്ക് ലേബൽ ചെയ്തൊക്കെയാണ് തരിക. അപ്പൊ അതിനുവേണ്ടി ഒരു ടേബിൾ ഉണ്ടായിരിക്കണം. സിങ്ക് വിത്ത് ഡ്രെയിൻ ബോർഡ്, അതായത് സിങ്ക് എന്താ, നമ്മുടെ സിങ്ക് എന്ന് കണ്ടിട്ടില്ലേ, വെള്ളമൊക്കെ പൈപ്പൊക്കെ വെള്ളം ഒഴിച്ച് ചിലപ്പോഴൊക്കെ ചിലത് സാധനങ്ങളൊക്കെ കഴുകേണ്ടി വരും. അപ്പൊ അതിനുവേണ്ടി സിങ്കും, അത് മാത്രമല്ല ഡ്രെയിൻ ബോർഡും ഉണ്ടായിരിക്കണം. അതിപ്പോ വെള്ളത്തോടു കൂടി തന്നെ ചിലപ്പോൾ ചില വെസൽസോ അവര് ഫാർമസിയിൽ തന്നെ ഉപയോഗിക്കുന്ന ചില സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കഴുകിയതിനു ശേഷം അങ്ങനെ തന്നെ അവിടെ വെക്കാൻ പറ്റില്ല, കാരണം അതിനകത്ത് അത് വെറ്റായിരിക്കും. അപ്പൊ അത് ഡ്രൈ ആകണം അല്ലെ, ഉണങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡ്രെയിൻ ബോർഡ്, വെള്ളം ഇങ്ങനെ താഴേക്ക് ഊർന്നു പോകാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെ. കിച്ചണിൽ നമ്മൾ സിങ്ക് ഉണ്ടോ, കിച്ചൺ സിങ്ക് ഉണ്ടോ അല്ലെ, വാഷ് ബേസൻ, സിങ്ക്, അതിനകത്ത് പാത്രങ്ങളൊക്കെ കഴുകിയതിനു ശേഷം ചില ആളുകൾ പാത്രങ്ങൾ മാത്രമല്ല മറ്റ് പല നമ്മളുടെ കറിക്കുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കഴുകും. എന്നിട്ട് അല്ലെങ്കിൽ വേസ്റ്റ് ഒക്കെ കൂടി ഇങ്ങനെ താഴേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരു സ്റ്റെയിൻ ചെയ്തു വരുന്ന, അതായത് നമ്മളൊരു ഡ്രെയിൻ ചെയ്തു വരുന്ന ഒരു ബോർഡോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങൾ ആ സിങ്കിന്റെ ഉള്ളിൽ തന്നെ വെച്ചിരിക്കും. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇപ്പൊ അറ്റാച്ച് ചെയ്യുന്നതൊക്കെ ഒത്തിരി നമുക്ക് കാണാലോ, അതിനകത്തേക്ക് ഇടും. അപ്പൊ വെള്ളമൊക്കെ ഇങ്ങനെ ഊർന്ന് ആ ബേസിനിലേക്ക് തന്നെ അല്ലെ, സിങ്കിനകത്ത് തന്നെ വീണോളും. അപ്പൊ അത് അവിടെ ഇവിടെയൊക്കെ വെള്ളം വീഴോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് സിങ്ക് ബോർഡും സിങ്കും അതുപോലെ തന്നെ ഡ്രെയിൻ ബോർഡും ഉണ്ടായിരിക്കണം ഒരു ഹോസ്പിറ്റൽ ഫാർമസിയിൽ. ആൻഡ് ഓൾസോ there should be cabinet to store mortar and pestils. എന്താണ് പെസ്റ്റിൽസും മോർട്ടറും ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കബേർഡ് അല്ലെങ്കിൽ ഒരു ക്യാബിനറ്റ്, ഒരു ചെറിയ സ്ഥലം അതിന് വേണ്ടിയിട്ട്. എന്താ ഈ മോർട്ടർ ആൻഡ് പെസ്റ്റിൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇങ്ങനെ ഇടിച്ച് ചെയ്യുന്ന സാധനമില്ലേ, അതായത് നമ്മുടെ വീടുകളിലൊക്കെ കുഞ്ഞിത് വാങ്ങിച്ചു വെക്കാറുണ്ട്. പണ്ടൊക്കെയാണ് ഒരലും ഒലക്കയും ഇതൊക്കെ അമ്മിയും പുള്ളയൊക്കെ ഉള്ളത് അല്ലെ. ഇപ്പൊ മിക്ക വീടുകളിലും ഈ പറയുന്ന സാധനങ്ങളൊന്നും ഇല്ല, കാരണം അവിടെയൊക്കെ നമ്മൾ പുതിയ ടെക്നോളജി വന്നപ്പോൾ അതനുസരിച്ചിട്ടുള്ള മെഷീൻസ് നമ്മൾ അവിടെ കൊണ്ടുവന്ന് എന്ത് ചെയ്തു, റീപ്ലേസ് ചെയ്തു. ഇപ്പൊ ആ സാധനമൊക്കെ വീടിന്റെ പരിസരത്ത് പോലും ഇല്ല, പുറത്തൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് നാളുകൾ വരെയൊക്കെ. ഇപ്പൊ അവിടെ നിന്നും മാറ്റി അതൊക്കെ വെറുതെ എന്തിനാ നമ്മൾ വെറുതെ സ്ഥലം കളയുന്നത്, ബിക്കോസ് ഈ സാധനം നമ്മൾ ഉപയോഗിക്കുന്നില്ല, പിന്നെ എന്തിന് എന്നൊക്കെ അല്ലെ. കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഇതാണ് അമ്മി ഉരൽ എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ പോലും കാണിച്ചു കൊടുക്കാൻ പോലും ഈ പറയുന്ന വസ്തു നമ്മുടെ വീട്ടിലില്ല. അതിന് പകരം ഇൻസ്റ്റഡ് ഇന്ന് ചെറിയ ഒരു ഇതായിട്ടൊക്കെ നമ്മള് ഉത്സവ പറമ്പിലോ പെരുന്നാൾ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കുഞ്ഞു ഉരലും ഒരു കുഞ്ഞ് ഇടിക്കുന്ന സാധനം ഇല്ലേ, അതാണ് മോർട്ടർ ആൻഡ് പെസ്റ്റിൽസ്. ഇതെന്തിനാണാവോ ഇവിടെ ചില മെഡിസിൻസ് ഒക്കെ കോമ്പൗണ്ട് ചെയ്യുന്ന കാര്യമൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു ഫാർമസിയിൽ അല്ലെ, പൊടിച്ച് ഒക്കെ ചേർത്ത് റിസർച്ച് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പുതിയ മരുന്നുകളൊക്കെ ഉണ്ടാക്കാനും ഉള്ള മരുന്നുകളിൽ എന്തെങ്കിലും തരത്തിലുള്ള റിനോവേഷൻസ് ഒക്കെ അവർക്കും നടത്താനുണ്ടായിരിക്കും. അപ്പൊ അത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മോർട്ടർ ആൻഡ് പെസ്റ്റിൽ ഷുഡ് ബി കെപ്റ്റ് ഇൻ എ ക്യാബിനറ്റ്. മനസ്സിലായോ? അപ്പൊ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യേണ്ടി വരും, കീപ്പ് ചെയ്യേണ്ടി വരും. അപ്പൊ അത്തരം ഒരു ക്യാബിനറ്റ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യാനുള്ള ഒരു ഏരിയ. കബേർഡ് ഫോർ ഗ്ലാസ് യൂട്ടൻസിൽസ്, പിന്നെന്താ ചില്ല് പോലെയുള്ള സാധനങ്ങള്, ഫ്ലാസ്കുകള്, പിന്നെ ബീക്കർ, അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. അതൊക്കെ മിക്കവാറും ഗ്ലാസി യൂട്ടൻസിൽസ് ആയിരിക്കുള്ളൂ, ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയ സാധനങ്ങളായിരിക്കും. അതിന് സെപ്പറേറ്റ് കബേർഡ്. കാരണം എന്താ, ഇതെല്ലാം പോയി തപ്പുന്ന സമയത്ത് ഇതൊക്കെ ഉരുണ്ട് പടഞ്ഞ് താഴെ വീണ് പൊട്ടിപ്പോകും. കാരണം ഗ്ലാസ് ഐറ്റംസ് ഒക്കെ പെട്ടെന്ന് ബ്രേക്കബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം ബ്രേക്കേജ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇറ്റ് ഷുഡ് ബി കെപ്റ്റ് ഇൻ എ സെപ്പറേറ്റ് കബേർഡ്. അതെല്ലാം ഒരു സെപ്പറേറ്റ് കബേർഡിൽ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ഗുഡ്, അത് നല്ലതായിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ളത് പിന്നെ റെഫ്രിജറേറ്റർ വിത്ത് സ്യൂട്ടബിൾ കപ്പാസിറ്റി, ആവശ്യത്തിന്, അതായത് ഏത് ഡിഗ്രി ഓഫ് സെൽഷ്യസിലാണ് ഓരോ റെഫ്രിജറേറ്ററിൽ വെക്കേണ്ട സാധനങ്ങൾ കീപ്പ് ചെയ്യേണ്ടത്, അക്കോർഡിംഗ് ടു ദാറ്റ് കപ്പാസിറ്റി. ആ ഒരു കപ്പാസിറ്റി ലെവലിലുള്ള റെഫ്രിജറേറ്റർ എന്തായാലും ഒരു ഫാർമസിയിൽ വേണം. നാർക്കോട്ടിക് ഐറ്റംസ് ഷുഡ് ബി കെപ്റ്റ് ഇൻ സെപ്പറേറ്റ് ലോക്ക്ഡ് ഡ്രോയേഴ്സ്. അതായത് നാർക്കോട്ടിക് എന്ന് പറഞ്ഞാൽ എന്താ, മയക്കുമരുന്ന് പരമായിട്ടുള്ള മയക്കാനൊക്കെ ഉപയോഗിക്കുന്ന അനസ്തേഷ്യസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിന് മയക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ അത്തരം ഉപയോഗിക്കേണ്ട അത്തരം മെഡിസിൻസ്, ഡ്രഗ്സ്, നാർക്കോട്ടിക്സ് രീതിയിലുള്ള ഡ്രഗ്സ് എല്ലാം കീപ്പ് ചെയ്യേണ്ടത് സെപ്പറേറ്റ് ഡ്രോയേഴ്സിലാണ്, ഒരുമിച്ച് വെക്കാൻ പാടില്ല മറ്റുള്ള മരുന്നുകളുടെ ഒപ്പം. പിന്നെ ഓഫീസ് ഡെസ്ക് വിത്ത് ടെലഫോൺ കണക്ഷൻ ആൻഡ് ഓൾസോ ഫയൽ ക്യാബിനറ്റ്, ഫയലുകളൊക്കെ വെക്കാനുള്ള ക്യാബിനറ്റ്. പിന്നെ ഒരു ഫോൺ, അതായത് ചിലപ്പോ ഫാർമസിയിൽ നിന്നും മറ്റേതെങ്കിലും സ്ഥലത്തേക്കൊക്കെ ചിലപ്പോൾ നമുക്ക് ഒന്ന് അവർക്ക് കോൾ ചെയ്യേണ്ടി വരും, എന്തെങ്കിലും ചിലപ്പോൾ ഡോക്ടേഴ്സുമായിട്ട് കണക്ട് ചെയ്യാനാവാം, മറ്റ് വാർഡിലെ ഫാർമസിയിലേക്ക് കണക്ട് ചെയ്യാനാകാം, ഏതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഫോൺ സൗകര്യങ്ങൾ വേണ്ടി വരും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓഫീസ് ഡെസ്കും
ആ ടെലിഫോൺ കണക്ഷനും ഒക്കെ ഉണ്ടായിരിക്കണം. ഡിസ്പെൻസിങ് വിൻഡോ അത് മസ്റ്റ് ആണ്, കാരണം മരുന്നുകൾ എടുത്ത് ഇങ്ങനെ ലേബൽ ചെയ്ത് ഒട്ടിച്ച് വെച്ചാൽ മാത്രം പോരല്ലോ, അത് കൊടുക്കേണ്ട ആളുകൾക്ക് പുറത്തേക്ക്. അപ്പൊ അതിനൊരു ചെറിയ ഒരു ഓപ്പണിംഗ് അല്ലെ, ഒരു ആർച്ച് രൂപത്തിലുള്ള ഒരു ഓപ്പണിംഗ് ആയിരിക്കും മിക്കവാറും എല്ലാ ഹോസ്പിറ്റൽസിലും ഉണ്ടാകുക. ഔട്ട് പേഷ്യൻസിന് മെഡിസിൻസ് ഡിസ്പെൻസ് ചെയ്യുന്നത് ഈ ഒരു എന്താ പറയാ വിൻഡോയിലൂടെ ആയിരിക്കും, ഡിസ്പെൻസിങ് വിൻഡോ. അപ്പൊ ദീസ് ആർ ദ important equipments which are in a hospital pharmacy. ഒരു ഹോസ്പിറ്റലിന്റെ ഫാർമസിയിൽ ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട എക്യുപ്മെന്റുകളാണ് നമ്മൾ കണ്ടത്. അപ്പൊ അതൊക്കെ പരീക്ഷയ്ക്കൊക്കെ ഇതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ ആണോ, ഹോസ്പിറ്റലിന്റെ ഫാർമസിയിൽ വേണ്ട എക്യുപ്മെന്റുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഇതിനകത്ത് പെടാത്തത് ഏതാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകാം. പ്രിസ്ക്രിപ്ഷൻ കേസ് മറക്കണ്ട. ഒന്നുകൂടി, ഡ്രഗ് സ്റ്റോക്ക് ചെയ്യാനുള്ള കബേർഡ് വിത്ത് ഷെൽഫ്സ് ആൻഡ് ഡ്രോയേഴ്സ്, പിന്നെ സെക്ഷണൽ ക്യാബിനറ്റ്സ് ഓർ കബേർഡ് ബേസുകൾ, വർക്ക് ടേബിൾസ് ഫോർ റെഗുലർ ഡിസ്പെൻസിങ്, അതായത് അവരുടെ ടേബിളിൽ വെച്ചിട്ടാണ് അവർ ഇതൊക്കെ തരം തിരിച്ച് കവേഴ്സിലൊക്കെ ലേബലൊക്കെ ചെയ്ത് അവരുടെ പാക്കറ്റുകളിലാക്കി ആളുകൾക്ക് കൊടുക്കുക. പിന്നെ സിങ്ക് വിത്ത് ഡ്രെയിൻ ബോർഡ്, cabinet for mortar and pestils, glass utensils, plastic tunnels and beakers should be kept in separate cupboard. അതിനൊക്കെ സെപ്പറേറ്റ് കബേർഡ് ഉണ്ടായിരിക്കണം. റെഫ്രിജറേറ്റർ വിത്ത് suitable capacity ഉണ്ടായിരിക്കണം. narcotics should be kept in separate lockers. office desk with a telephone connection and also dispensing windows for എന്താ പറയാ ഔട്ട്പേഷ്യൻസ് ആൻഡ് നഴ്സസ്. അത് നഴ്സസ് എന്നാണ്, സ്പെല്ലിംഗ് ഒന്ന് മാറിയിട്ടുണ്ട്. NURSES എന്നാണ്. അതൊന്ന് വെട്ടിയിട്ട് അവിടെ നിന്ന് അത് മാറ്റുക. വിൻഡോസിലൂടെ ഔട്ട് പേഷ്യൻസിനും അതുപോലെ നഴ്സുമാർക്കും മരുന്നുകൾ കൊടുക്കുമല്ലോ. എന്തിനു വേണ്ടിയിട്ട്? ചിലപ്പോൾ വാർഡിലൊക്കെ കിടക്കുന്ന രോഗികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ റൂംസിലേക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ മെഡിസിൻസ് നഴ്സുമാർ വാങ്ങിച്ചിട്ട് പോകും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് അത് നഴ്സ് എന്നാണ്, ആൻഡ് ഔട്ട് പേഷ്യൻസ്. വേർഡ് ഒന്ന് വെട്ടിയിട്ട് നഴ്സസ് എന്നാക്കുക. ലാസ്റ്റ് പോയിന്റിന്റെ ഔട്ട് പേഷ്യൻസിന് മുമ്പുള്ള വേർഡ് ഒന്ന് തിരുത്തുക. ക്ലിയർ ആണോ? ഇത്രയും എക്യുപ്മെന്റുകൾ മനസ്സിലായില്ലേ? ഇതൊക്കെ സാധാരണ വേണ്ട സാധനങ്ങൾ എന്താണെന്ന് നമുക്കറിയാലോ, കാരണം ഇതൊക്കെ വേറെ പുറത്തൊന്നൊന്നുമില്ല. ഇതൊക്കെ ഫാർമസിയിൽ വേണ്ട സാധനങ്ങളാണെന്ന് നമുക്ക് ആർക്ക് വായിച്ചാലും പെട്ടെന്ന് ക്ലിയർ ആകുന്നത്. ആൻഡ് നെക്സ്റ്റ് അടുത്തതിലേക്ക് നമുക്ക് പോകാണ്. ഓക്കെ, അടുത്തത് എന്താ പറയാ, സ്റ്റാഫിംഗ് ആണ്. അതായത് എന്ത് സ്റ്റാഫിങ്ങിനെ കുറിച്ചിട്ടായിരിക്കും, വിച്ച് ടൈപ്പ് ഓഫ് സ്റ്റാഫിംഗ് ആയിരിക്കും ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഫാർമസിയിലെ ഫാർമസിസ്റ്റുകളെ എങ്ങനെ എന്താ പറയാ സ്റ്റാഫ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എത്ര ഫാർമസിസ്റ്റുകൾ ഒരു ഹോസ്പിറ്റൽ ഫാർമസിയിൽ വേണം, അതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആൻഡ് ഹിയർ നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു നേരത്തെ, അതായത് നമ്മൾ ഫങ്ഷൻസും ഒബ്ജക്റ്റീവ്സ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഈ പറയുന്ന ഒരു ഫാർമസിയിൽ സ്റ്റാഫിംഗ് ഷുഡ് ബി ഡൺ അക്കോർഡിംഗ് ടു ദ ഡിസിഷൻസ് വിച്ച് ഈസ് ടേക്കൺ ബൈ ദ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. അതായത് ഹോസ്പിറ്റൽസിലെ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അല്ലെ. കമ്മിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ഒരാളല്ല എന്ന് മനസ്സിലായല്ലോ. കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചധികം ആളുകൾ ചേർന്നാണ്. കുറച്ചധികം എന്ന് പറഞ്ഞാൽ അക്കോർഡിംഗ് ടു ദ സൈസ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിൽ എത്രത്തോളം ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകൾ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്, പിന്നെ എന്താ പറയാ ഹോസ്പിറ്റലിന്റെ മറ്റേതെങ്കിലും തരത്തിലുള്ള വിഭാഗത്തിൽ നിന്ന് ഓരോരുത്തർ അങ്ങനെയൊക്കെ എടുത്തിട്ടാണ് ഒരു കമ്മിറ്റി രൂപീകരിക്കുക. അപ്പൊ ഹോസ്പിറ്റൽസിൽ ഒരു ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ചില തീരുമാനങ്ങൾ എടുക്കും. ആ തീരുമാനങ്ങൾക്ക് അനുസൃതമായി തന്നെയാണ് ഹോസ്പിറ്റൽ ഫാർമസിയിൽ ഫാർമസിസ്റ്റുകളെ സ്റ്റാഫ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അപ്പോയിന്റ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് അക്കോർഡിംഗ് ടു ദ ബെഡ് സ്ട്രെങ്ത് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ ഫാർമസിയിലെ ഫാർമസിസ്റ്റുകളെ അപ്പോയിന്റ് ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും? അക്കോർഡിംഗ് ടു ദ ബെഡ് സ്ട്രെങ്ത്. എത്ര ബെഡ് ഉണ്ട്, ആ ബെഡുകളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഓരോ ഹോസ്പിറ്റൽസിലും ഫാർമസിയിലെ ഫാർമസിസ്റ്റുകളെ അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പൊ എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കില്ല. ചില വലിയ വലിയ ഹോസ്പിറ്റൽസ് ഉണ്ട്. ദാറ്റ് മീൻസ് ഇറ്റ് വിൽ ഹാവ് നമ്പർ ഓഫ് ബെഡ് അല്ലെ, ഒരുപാട് ബെഡുള്ള ഹോസ്പിറ്റൽസിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബെഡ് സ്ട്രെങ്ത് കുറവുള്ള ഹോസ്പിറ്റലും ഉണ്ട്. ചെറിയ ചെറിയ ഹോസ്പിറ്റലാകുമ്പോൾ അത്രയധികം ബെഡുകൾ അവൈലബിൾ ആയിരിക്കില്ല. അപ്പൊ എത്ര ബെഡുകൾ അവൈലബിൾ ആണ്, റൂംസും വാർഡ്സും ഒക്കെ നോക്കി എത്ര ബെഡുകൾ ഉണ്ട്, അതിനനുസരിച്ചാണ് ഒരു ഹോസ്പിറ്റലിലെ ഫാർമസിയിലെ ഫാർമസിസ്റ്റുകളെ അപ്പോയിന്റ് ചെയ്യുന്നത്. സോ ലെറ്റ് സി, അതൊരു ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതൊരു ടേബിൾ രൂപത്തിൽ തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മനസ്സിലാകും. നോക്കാം നമുക്ക്. ബെഡ് സ്ട്രെങ്ത്, ഇഫ് ദ ബെഡ് സ്ട്രെങ്ത് ഇൻ എ ഹോസ്പിറ്റൽ ഈസ് അപ് ടു 50 ബെഡ്സ്, 50 ബെഡുകൾ വരെയാണെങ്കിൽ, 50 കുറഞ്ഞ ബെഡുകൾ ഇന്നത്തെ ഹോസ്പിറ്റൽസ്, വലിയ ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ, ക്ലിനിക്കല്ലാട്ടോ ഉദ്ദേശിക്കുന്നത്, ഹോസ്പിറ്റൽസിൽ ഏകദേശം ഒരു 50 ബെഡൊക്കെ കാണും. അപ്പൊ അത് വരെയുള്ള, അതായത് 0 മുതൽ 50 വരെ ബെഡുകളുള്ള ഹോസ്പിറ്റൽസിലാണെങ്കിൽ ദ നമ്പർ ഓഫ് ഫാർമസിസ്റ്റ് റിക്വയർഡ് ഈസ്
3. എത്ര പേര് വേണം? 3 ഫാർമസിസ്റ്റുകളെങ്കിലും വേണമെന്നാണ്. അപ് ടു 50 ആണ് കേട്ടോ. 50 വരെയുള്ള ബെഡാണ് ഒരു ഹോസ്പിറ്റലുകളിലെങ്കിൽ അവിടെ വേണ്ട ഫാർമസിസ്റ്റുകളുടെ എണ്ണം 3 ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഗോയിങ് ഓൺ ഇൻക്രീസിങ്. അതിങ്ങനെ കൂടി വരും when the number of beds is increasing. ബെഡിന്റെ എണ്ണവും കൂടുന്നതനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ആ ഫാർമസിസ്റ്റുകൾ വേണ്ട ലഭ്യതയുടെ എണ്ണവും കൂടും. അപ് ടു 100 ബെഡ്സ്. അപ്പോ 50 മുതൽ 100 ബെഡ് വരെയാണെങ്കിലോ എത്ര ഫാർമസിസ്റ്റുകൾ വേണം? 50-ൽ കൂടുതൽ എന്നാൽ 100-ൽ താഴെ, 100 വരെ, 100-ൽ താഴെ അല്ല 100 വരെയാണെങ്കിൽ 5 നമ്പർ ഓഫ് ഫാർമസിസ്റ്റുകളാണ് വേണ്ടത്. അപ് ടു 200, 100-ൽ കൂടുതൽ എന്നാൽ 200 വരെയാണെങ്കിൽ 8 ഫാർമസിസ്റ്റുകളാണ് വേണ്ടത്. അപ് ടു 300 ബെഡ്സ്, അതായത് 200-ന് കൂടുതൽ അതുപോലെ തന്നെ 300 വരെയാണെങ്കിൽ 10 ഫാർമസിസ്റ്റുകളായിരിക്കും ഒരു ഹോസ്പിറ്റലിൽ വേണ്ടത്. അതുപോലെ തന്നെ അപ് ടു 500 ബെഡ്സ്, 500 വരെയുള്ള ബെഡുകളാണ് എങ്കിൽ 300-ന് കൂടുതൽ എന്നാൽ 500 വരെയാണെങ്കിൽ 15 ഫാർമസിസ്റ്റുകളാണ് ഒരു ഹോസ്പിറ്റലിൽ വേണ്ടത്. അപ്പൊ അതാണ് ഹോസ്പിറ്റലിൽ ഫാർമസിസ്റ്റുകളെ അപ്പോയിന്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം. മനസ്സിലായോ? ആ എണ്ണം കൃത്യമായി പഠിക്കണം. അതും പരീക്ഷയ്ക്ക് പലപ്പോഴും പല രീതിയിലൊക്കെ ചോദിക്കാറുണ്ട്, തിരിച്ചു മറിച്ചൊക്കെ. അപ് ടു 500 ബെഡ്സ് ആണെങ്കിൽ താഴെ പറയുന്നതിൽ ഏതാണ്, എത്ര നമ്പർ ഓഫ് ഫാർമസിസ്റ്റുകൾ വേണം, 3 ആണോ 5 ആണോ 8 ആണോ 10 ആണോ 12 ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് തരും. ഓക്കെ, അപ്പൊ ആ രീതിയിൽ പഠിക്കണം. അപ്പൊ ഓരോന്നും പഠിച്ചു വെക്കാം. 50 വരെ 3 ആണ്, 100 വരെ 50 കൂടുതൽ 100 വരെയാണെങ്കിൽ 5 ആണ്. അതുപോലെ തന്നെ 200 വരെയാണെങ്കിൽ 8 ആണ്, 300 വരെയാണെങ്കിൽ 10 ആണ്, 500 വരെയാണെങ്കിൽ 15 ആണ്. ക്ലിയർ ആയല്ലോ? ഇത് ഡിസിഷൻ എടുക്കുന്നത് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയാണ്. അക്കോർഡിംഗ് ടു ദ ബെഡ് സ്ട്രെങ്ത് ആണ്. ബെഡ് സ്ട്രെങ്ത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ തീരുമാനം എടുക്കുമാര് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി എത്ര ഫാർമസിസ്റ്റുകളെയൊക്കെ അപ്പോയിന്റ് ചെയ്യേണ്ടി വരും എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഡിസിഷൻസ് ഒക്കെ അവരാണ് എടുക്കുക. ക്ലിയർ ആയോ? പറയ്, ആരുമില്ല പറയാൻ. യെസ്. സോ നെക്സ്റ്റ് വൺ. അപ്പൊ നമുക്ക് ഇനി അടുത്തതിലേക്ക് പോകാം. ഇറ്റ്സ് ദ ഫ്ലോ ചാർട്ട്. ഒരു ഫ്ലോ ചാർട്ട് ആണ് ഇനി കൊടുത്തിരിക്കുന്നത്. 4 റിക്വയർമെന്റ്സ് ഓഫ് എ ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റ്. ഒരു ഹോസ്പിറ്റലിലെ ഫാർമസിസ്റ്റുകള് എങ്ങനെയാണ് അതിന്റെ ഒരു ഫ്ലോ ചാർട്ട് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ എണ്ണത്തിന്റെ അടിസ്ഥാനമല്ല ഇവിടെ പറഞ്ഞത്. എണ്ണം നമ്മൾ ഓൾറെഡി പറഞ്ഞു എങ്ങനെയൊക്കെ ആയിരിക്കണം ഒരു ഹോസ്പിറ്റലിന്റെ ഫാർമസിയിൽ എത്ര ബെഡുകളുണ്ടോ അതിന് ബേസിസ് ചെയ്തിട്ടാണ് എത്ര ഫാർമസിസ്റ്റുകൾ വേണം എന്നുള്ളത് തീരുമാനിക്കാന്ന് പറഞ്ഞു. ഇനി പറയുന്നത് ഫ്ലോ ചാർട്ട് ആണ്. എങ്ങനെയാണ് ഹോസ്പിറ്റലിന്റെ ഫാർമസിസ്റ്റുകളുടെ ആ ഒരു അറേഞ്ച്മെന്റ്. ലെറ്റ്സ് സീ എന്താന്ന് നോക്കിയേ. ഫസ്റ്റ് ആൻഡ് അറ്റ് ദ ടോപ്പ്, അല്ലെങ്കിൽ ഏറ്റവും മുകളില് ഫാർമസിസ്റ്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മുകളിൽ ഒരാളുണ്ട്. ദാറ്റ്സ് ദ ഡയറക്ടർ. അതായത് ഫാർമസിയുടെ ഡയറക്ടർ ആയിരിക്കും ആൾ. ഓക്കെ, ആൻഡ് ആ ഡയറക്ടർ അതിന്റെ തൊട്ട് താഴെ സൂപ്പറിൻറ്റൻഡന്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സർവീസസ് ഓർ ചീഫ് ഫാർമസിസ്റ്റ്. അതിന്റെ തൊട്ട് താഴെ ഒരു ചീഫ് ഫാർമസിസ്റ്റ് ആയിരിക്കും. ആളുടെ ക്വാളിഫിക്കേഷൻ M.Pharm ആണ്. M.Pharm ചെയ്ത ഒരു ചീഫ് ഫാർമസിസ്റ്റ് അല്ലെങ്കിൽ സൂപ്പറിൻറ്റൻഡന്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സർവീസസ്. ഫാർമസ്യൂട്ടിക്കൽ സർവീസസിന്റെ സൂപ്രണ്ട് അല്ലെങ്കിൽ ചീഫ് ഫാർമസിസ്റ്റ്, അവർക്ക് M.Pharm ആണ് ക്വാളിഫിക്കേഷൻ ഉണ്ട്. അപ്പൊ അതിന്റെ താഴെ ആ ഒരു ഫ്ലോ ചാർട്ട് ആണ്. അങ്ങനെയാണെന്ന് അതിന്റെ ഫ്ലോ. മുകളില് ഏറ്റവും ടോപ്പില് ഡയറക്ടർ ആണ്, അതിന് താഴെ സൂപ്പറിൻറ്റൻഡന്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സർവീസസ് ഓർ ചീഫ് ഫാർമസിസ്റ്റ്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ചീഫിന് വേണ്ടി ഒരു ഡെസ്ക് ഉണ്ടാവണമെന്ന് പറഞ്ഞിരുന്നോ? ഇൻഫ്രാസ്ട്രക്ചർ പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞില്ലേ, ദർ ഷുഡ് ബി എ ഡെസ്ക് ഫോർ ചീഫ്. ചീഫിന് വേണ്ടിയിട്ട് ഒരു ഡെസ്ക് അല്ലെങ്കിൽ ഓരോ ഓഫീസ് ഉണ്ടായിരിക്കണമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ആ ചീഫിന് ഇതാണ് ചീഫ് ഫാർമസിസ്റ്റ് M.Pharm. ഇനി അതിന്റെ താഴെയാണ് കുറച്ച് ഫാർമസിസ്റ്റുകളെ കുറിച്ചിട്ട് പറയുന്നത്. ഒന്നാമത്തെ ഫാർമസിസ്റ്റ് അതെന്തിനു വേണ്ടിയിട്ടാണ്? ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. അതായത് ഡ്രഗ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിലെ ഒരാളാണ്. അതിൽ അയാൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ B.Pharm ആണ്. അവരുടെ ക്വാളിഫിക്കേഷൻസ് അനുസരിച്ച് പഠിക്കണം കേട്ടോ. പിന്നെ വരുന്നത് മെഡിക്കൽ സ്റ്റോർ. ആ സ്റ്റോർ കീപ്പ് ചെയ്യുന്ന, അതായത് സ്റ്റോറൊക്കെ കറക്റ്റ് ആയിട്ട് സ്റ്റോക്ക് ഒക്കെ എടുത്ത് അതിന്റെ എന്താ പറയാ സ്റ്റോക്ക് താഴെ പോകുന്നുണ്ടോ കുറഞ്ഞു പോകുന്നുണ്ടോ അതൊക്കെ നോക്കി പുതിയ ഓർഡർ പ്ലേസ് ചെയ്യാനൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ഫാർമസിസ്റ്റ് മെഡിക്കൽ സ്റ്റോർ, ആ സ്റ്റോർ കീപ്പ് ചെയ്യാനായിട്ട് സ്റ്റോക്ക് ഒക്കെ നോക്കി അതിന്റെ വെരിഫിക്കേഷൻ ഒക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള ആളാണ്. നെക്സ്റ്റ് വൺ 2 ഫാർമസിസ്റ്റ് B.Pharm ഓർ D.Pharm ക്വാളിഫിക്കേഷൻ ഉള്ള 2 ഫാർമസിസ്റ്റ്. ആൻഡ് ദേ ആർ അവരെന്തിനു വേണ്ടിയിട്ടുള്ളതാ? ഡിസ്പെൻസിങ്ങിന് വേണ്ടിയിട്ടുള്ളതാ. എന്താ ഡിസ്പെൻസിങ്? മരുന്ന് എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പൊ എല്ലാവരും കൂടി കൂട്ടിക്കുഴച്ച് എല്ലാ പണിയും എല്ലാവരും കൂടി ചെയ്യേണ്ടാന്ന്. ഓരോരുത്തർക്കും അവരവരുടേതായ റെസ്പോൺസിബിലിറ്റി ഫാർമസിക്കകത്തുണ്ട്. ദേ ഹാവ് ടു ഡു ദെയർ ഡ്യൂട്ടി. അവരവരുടെ ഡ്യൂട്ടി ചെയ്താൽ മതി. ഡയറക്ടർ എല്ലാം ഡയറക്റ്റ് ചെയ്ത് ചെയ്യുള്ളൂ. കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക, ഡയറക്റ്റ് ചെയ്യുക എന്നുള്ള ഒരു റെസ്പോൺസിബിലിറ്റി മാത്രമേ ഡയറക്ടർക്കുള്ളൂ.
സൂപ്പറിൻറ്റൻഡന്റ് അല്ലെങ്കിൽ നമ്മുടെ ചീഫ് ഫാർമസിസ്റ്റ് എല്ലാ ഫാർമസിസ്റ്റുകളെയും അതിന്റെ ഹെഡാണ്. അപ്പൊ അവര് വെദർ ദേ ആർ ഡൂയിങ് ദെയർ ഡ്യൂട്ടീസ് വെൽ, അവരെ നോക്കുക, അവർ കൃത്യമായി ചെയ്യുന്നുണ്ടോ, അതിന്റെ ഒരു ചെക്കിങ്, ഒരു എന്താ പറയാ, ഒരു മോണിറ്ററിംഗ് ഒക്കെ നടത്തുക. ദാറ്റ്സ് ഓൾ. ഇനി അടുത്തത് അതിന്റെ താഴെ വരുന്ന ഫാർമസിസ്റ്റുകൾക്കാണ് മെയിൻ ആയിട്ടുള്ള ഡ്യൂട്ടി. ഫാർമസിസ്റ്റ് ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെന്റ് നോക്കേണ്ടവര്, ഫാർമസിയുടെ മെഡിക്കൽ സ്റ്റോർ നോക്കേണ്ടവര്, പിന്നെ 2 ഫാർമസിസ്റ്റുകൾ ബിഫാം അല്ലെങ്കിൽ ഡിഫാം ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡിസ്പെൻസ് ചെയ്യാൻ, മരുന്നുകൾ എടുത്തു കൊടുക്കാൻ യോഗ്യരായിട്ടുള്ളത്. ആൻഡ് ലാസ്റ്റത്തേത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഫാർമസിയാണ് ഫോർ ക്വാളിറ്റി കൺട്രോൾ. അത് PG ആണ്, PG-കാരാണ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഫാർമസിസ്റ്റുകളാണ്. അവർക്ക് എന്തുണ്ടായിരിക്കണം, അവരാണ് റെസ്പോൺസിബിൾ എന്തിന്, ക്വാളിറ്റി കൺട്രോൾ. അതായത് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന മെഡിസിൻസിന്റെ ഒക്കെ ക്വാളിറ്റി പരിശോധിക്കാൻ, ഗുണനിലവാരം ഓക്കെ ആണോ, അതിന്റെ കൺട്രോളിംഗ് ഒക്കെ ആണ് ചെയ്യണം. ആര്, പോസ്റ്റ് ഗ്രാജുവേറ്റ് PG ഫാർമസിസ്റ്റ് ആണ് അത് ചെയ്യുന്നത്. സോ ദാറ്റ്സ് ദ ഫ്ലോ ചാർട്ട് ഓഫ് ഫാർമസിസ്റ്റ് ഇൻ എ ഹോസ്പിറ്റൽ. ഫാർമസിസ്റ്റുകളുടെ ഒരു ഫ്ലോ ചാർട്ടാണ്. അപ്പൊ ഏറ്റവും പൊക്കത്തില് ഡയറക്ടറാണ്. ഫ്ലോ ചാർട്ടും കൃത്യമായി പഠിച്ചു വെക്കണം. അതൊക്കെ ചിലപ്പോൾ തെറ്റിച്ച് തന്നിട്ടില്ലാത്ത ഏതാ കറക്റ്റ് എന്നൊക്കെ ചോദിക്കും. അതുകൊണ്ട് കൃത്യമായി തന്നെ പഠിച്ചു വെക്കണം, തെറ്റിച്ച് പഠിക്കണ്ട. ഡയറക്ടർ അതിന്റെ ആ ലെവൽ അങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ മതി. ഡയറക്ടർ ആദ്യം, സൂപ്പറിൻറ്റൻഡന്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സർവീസസ് ഓർ ചീഫ് ഫാർമസിസ്റ്റ് വിത്ത് എംഫാം. ആൻഡ് അതിന്റെ താഴെ 4 എണ്ണം ഉണ്ട്. ഓരോന്നിനും ഓരോ കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഫാർമസിസ്റ്റ് ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെന്റില്, ഫാർമസിസ്റ്റ് മെഡിക്കൽ സ്റ്റോറില്, 2 ഫാർമസിസ്റ്റ് ഫോർ ഡിസ്പെൻസിംഗ് ആണ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഫാർമസിസ്റ്റ് ഫോർ ക്വാളിറ്റി കൺട്രോൾ ആണ്. കിട്ടിയോ? മനസ്സിലായോ? ക്ലിയർ ആണെങ്കിൽ വേഗം പറയാം. 2-3 പ്രാവശ്യമൊക്കെ നമ്മൾ പറയുന്നുണ്ട്. നിങ്ങൾ ഇപ്പൊ തന്നെ പഠിച്ചു പോകുന്ന രീതിയിൽ തന്നെയാ പറയുന്നത്. വീണ്ടും ഒരു പ്രാവശ്യം കൂടി പഠിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. അതിന് വേണ്ടിയിട്ടാണ് 2-3 പ്രാവശ്യമൊക്കെ റിപ്പീറ്റ് ചെയ്ത് പറയണേ. അല്ലെങ്കിൽ ഇതൊക്കെ ഒറ്റ ദിവസം കൂടി തീർക്കാവുന്ന ചാപ്റ്റർ വെറുതെ നോക്കി വായിച്ചിട്ട് ഇന്നത് മീനിങ് പറഞ്ഞ വല്ല കാര്യം ഉണ്ടോ? അതിൽ എനിക്കും സാറ്റിസ്ഫാക്ഷൻ ഇല്ല, നിങ്ങൾക്ക് അത്രയ്ക്കും കൂടി ഉണ്ടാവില്ല അല്ലെ? അപ്പൊ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി പോകാം. ഡിസ്പെൻസിങ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഒന്ന് തന്നെ. ഡിസ്പെൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ എടുത്തു കൊടുക്കുക, മരുന്ന് കൊടുക്കുക, സെയിം തന്നെ. രണ്ടൊരു വേർഡാണ്, വേറെ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു മാത്രമേ ഉള്ളൂ. ഓക്കെ, ആൻഡ് നൗ ലെറ്റ് സീ ദ നെക്സ്റ്റ്. എന്താണ് നോക്കിയ അടുത്തത്? ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. കുറെ നേരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി അല്ലെ? ഈ കമ്മിറ്റി എവിടെ നിന്നാണ് വന്നത്? ഈ കമ്മിറ്റിയിൽ ആരൊക്കെയാണ് അംഗങ്ങൾ? ലെറ്റ് സീ ഏതൊക്കെയാണെന്ന് നോക്കിയേ. ആദ്യത്തേത്, അപ്പൊ ഒരു കമ്മിറ്റി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ കമ്മിറ്റി ആകുമ്പോ 1 അല്ല 2 അല്ല 3 അല്ല, ഒരു ഹോസ്പിറ്റലിന്റെ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയിൽ അംഗങ്ങൾ ഉണ്ടായിരിക്കും. സോ ആരൊക്കെയാണ്? ഹു ആർ ദേ? ഒന്ന് മെഡിക്കൽ സൂപ്പറിൻറ്റൻഡന്റ് ആണ് ആദ്യത്തേത്, മെഡിക്കൽ സൂപ്പറിൻറ്റൻഡന്റ്. Okay, medical superintendent will be the chairman of that particular drug and therapeutic committee. ഈ കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരിക്കും ആര്? മെഡിക്കൽ സൂപ്രണ്ട്. ഹോസ്പിറ്റലിലെ മെഡിക്കൽ സൂപ്രണ്ട് ആരാണോ അങ്ങോര് ഈ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ ചെയർമാൻ. അങ്ങനെയാണ് അത് കണക്ട് ചെയ്യേണ്ടത്. കാര്യം മനസ്സിലായോ? അല്ലാതെ മെഡിക്കൽ സൂപ്രണ്ട് ചെയർമാൻ അങ്ങനെയല്ല. ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ, ഒരു ഹോസ്പിറ്റലിലെ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയിലെ മെഡിക്കൽ സൂപ്രണ്ട് അവിടുത്തെ ആരായിരിക്കും? ആ ഒരു കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരിക്കും. രണ്ടാമത് ഓൾ HODs. എന്താ HOD? ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ആണ്. എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ഉണ്ടായിരിക്കും. ഇപ്പൊ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ തന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റ് നമ്മൾ ഓരോ പഠിച്ചു, അവർക്ക് ഓരോരുത്തർക്കും ഓരോ ഡിപ്പാർട്ട്മെന്റിന് ഒരു ഹെഡ് ഉണ്ടായിരിക്കും. ഇപ്പൊ കാർഡിയോളജി വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ഡോക്ടേഴ്സ് ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കും. മാറിയൊക്കെ വന്നിരിക്കുന്ന, അല്ലെങ്കിൽ 1-2 പേരൊക്കെ മാറി മോർണിംഗ് സെഷനിൽ വരണം, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് വേറെ ആൾ, അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ഇതിനൊരു ഹെഡ് ഉണ്ടായിരിക്കും അല്ലെ? ആഫ്റ്റർ ഓൾ, അപ്പൊ അതിന്റെ എല്ലാ HODs ഇതിനകത്ത് മെമ്പേഴ്സ് ആണ്. ആരുടെ? ഈ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ മെമ്പേഴ്സ് ആയിരിക്കും എല്ലാ HODs. ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും ഹെഡ് ഈ കമ്മിറ്റിയുടെ മെമ്പർ ആയിരിക്കും, അംഗമായിരിക്കും. അതുപോലെ തന്നെ അടുത്തത് NS, നമ്മുടെ നഴ്സിംഗ് സൂപ്രണ്ടാണ്. നഴ്സിംഗ് സൂപ്രണ്ടന്റും ഈ പറയുന്ന കമ്മിറ്റിയിലെ ഒരു മെമ്പറാണ്. നഴ്സിംഗ് സൂപ്രണ്ട്, നഴ്സസ്മാരുടെ ഇല്ലേ, അവരൊരു സൂപ്രണ്ട് ഉണ്ട്, അതിനെയാണ് നമ്മൾ നഴ്സിംഗ് സൂപ്രണ്ടന്റ് എന്ന് വിളിക്കുക. അവര് ഈ പറഞ്ഞ ഒരു മെമ്പർ ആയിരിക്കും ഈ ഒരു കമ്മിറ്റിയിലെ. ആൻഡ് ദ ചീഫ് ഫാർമസിസ്റ്റ്, നമ്മൾ പറഞ്ഞല്ലോ ഇവിടെ ചീഫ് ഫാർമസിസ്റ്റിനെ പറഞ്ഞില്ലേ, ഇത് എംഫാം, അതായത് ഡയറക്ടറിന്റെ തൊട്ട് താഴെയുള്ള ചീഫ് ഫാർമസിസ്റ്റ് ഈ പറയുന്ന കമ്മിറ്റിയിൽ അംഗമാണ്. പക്ഷെ വെറും അംഗമല്ല, ഹി ഓർ ഷീ വിൽ ബി ദ മെമ്പർ സെക്രട്ടറി. ഈ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരിക്കും. അപ്പൊ സെക്രട്ടറിയും ചെയർമാനും ആരൊക്കെയാണെന്ന് മറക്കണ്ട. ഇനി അവിടെ ചോദിക്കുമ്പോ മെഡിക്കൽ സൂപ്രണ്ട് ചെയർമാൻ ആണോ, അല്ലെങ്കിൽ സെക്രട്ടറി ആണോ, അല്ലെങ്കിൽ ചീഫ് ഫാർമസിസ്റ്റ് മെമ്പർ ആണോ, സെക്രട്ടറി ആണോ, ചെയർമാൻ ആണോ, മറക്കരുത്. അപ്പൊ അതൊക്കെ തമ്മിൽ ക്ലാഷ് ആക്കരുത്. മെഡിക്കൽ സൂപ്രണ്ട് ചെയർമാൻ ആണ്. ഓൾ HODസും ചീഫ് നഴ്സിംഗ് സൂപ്രണ്ടും അവിടുത്തെ മെമ്പേഴ്സ് ആണ്. ചീഫ് ഫാർമസിസ്റ്റ് അതിന്റെ സെക്രട്ടറി ആണ്.
മെമ്പറിന്റെ സെക്രട്ടറി ആയിരിക്കും. ക്ലിയർ ആയോ? ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി മനസ്സിലായിപ്പോ? അപ്പൊ ഇതിനകത്ത് ഒരു 10-20 പേരൊക്കെ ചിലപ്പോൾ ഈ കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കും. എല്ലാ HODസും എത്ര ഡിപ്പാർട്ട്മെന്റ് ഹോസ്പിറ്റൽസിലുണ്ടോ അതനുസരിച്ച് ഓരോ ഡിപ്പാർട്ട്മെന്റിന് HODകൾ ഉണ്ടായിരിക്കും. അപ്പൊ അവരെല്ലാവരും ഇതിനകത്ത് മെമ്പേഴ്സ് ആയിട്ട് വരും. അപ്പൊ ഒരു എന്താ പറയാ ഒരു 10 ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ചിട്ട് നമ്മൾ വിചാരിക്കാം ആണെന്ന് വിചാരിക്കും ഒരു ഹോസ്പിറ്റലുണ്ട്. അപ്പൊ ഈ 10 ഡിപ്പാർട്ട്മെന്റുകളുടെയും ഹെഡ് ഉണ്ടായിരിക്കും. അപ്പൊ അവര് തന്നെ 10 പേരായി. പിന്നെ നഴ്സിംഗ് സൂപ്രണ്ട് ഒരാളെ, പിന്നെ ചീഫ് ഫാർമസിസ്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ പിന്നെ നഴ്സിംഗ്, അപ്പൊ ഇത്രയും ആളുകളൊക്കെ കൂടി ചേർന്ന് ഒരു 10-15 പേരൊക്കെ കമ്മിറ്റിയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ഹോസ്പിറ്റൽസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി എന്താണെന്ന്, ആ കമ്മിറ്റിയിൽ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് ക്ലിയർ അല്ലേ? ആൻഡ് അപ്പൊ ഈ കമ്മിറ്റിയൊക്കെ ഇങ്ങനെ രൂപീകരിച്ച് ഫോം ചെയ്ത് വെച്ചാൽ മാത്രം മതിയോ? ദർ വിൽ ഹാവ് സം ഫങ്ഷൻസ് അല്ലെ? ഈ കമ്മിറ്റിക്ക് ചില പ്രവർത്തനങ്ങളുണ്ട്. ഈ കമ്മിറ്റി വെറുതെ രൂപീകരിച്ച് എവിടെ കമ്മിറ്റി രൂപീകരിച്ചാലും അവിടെ ചില മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് വെറുതെ വരെ എന്താ പറയാ അങ്ങനെ ഒരുമിച്ച് ചേരുക, എന്തെങ്കിലും എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ കഴിക്കുക, അങ്ങനെയാണോ? അല്ല. നമ്മൾ കമ്മിറ്റി ഫോം ചെയ്താൽ they will have some duties or functions. അവർക്ക് അവരുടേതായ ചില കാര്യങ്ങളൊക്കെ ചെയ്യാനും പ്രവർത്തിക്കാനും ഒക്കെ ഉണ്ടായിരിക്കും അല്ലെ? അപ്പൊ let's see what are the functions of drug and therapeutic committee. എന്താണ് ഇവരുടെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ എന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് വൺ ഈസ് ടു പ്രിപ്പയർ ദ ഹോസ്പിറ്റൽ ഡ്രഗ് ഫോർമുലറി. ഫോർമാലിറ്റി എന്നാണ് അവിടെ എഴുതിയേക്കണേ, ഒന്ന് ചെറുതായിട്ട് ഒന്ന് തിരുത്തണേ. ഫോർമുലറി ആണ്, ഫോർമുലറി, FORMULARY. ഒന്ന് വേർഡ് തിരുത്താമോ? ഹോസ്പിറ്റൽ ഫോർമുലറി, സോറി ഡ്രഗ് ഫോർമുലറി എന്നാണ് കേട്ടാ. തിരുത്ത, വാക്ക് തിരുത്ത വേഗം. ചില കാര്യങ്ങൾ പറയുമ്പോ അപ്പൊ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ പിന്നീട് എന്നിട്ട് പിന്നെ സംശയം ചോദിക്കും, അത് അങ്ങനെയായിരുന്നല്ലോ ഇത് ഇങ്ങനെയായിരുന്നല്ലോ എന്നൊക്കെ പറയും. ഓക്കെ, തിരുത്തിയല്ലോ? ഓക്കെ, അപ്പൊ എന്താണ് ഒന്നാമത്തെ പോയിന്റ്? ആദ്യം തന്നെ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ചെയ്യേണ്ട ഒന്നാമത്തെ പ്രവർത്തനം എന്താണെന്ന് അറിയോ? ടു പ്രിപ്പയർ ഹോസ്പിറ്റൽ ഡ്രഗ് ഫോർമുലറി. എന്താ ഫോർമുലറി എന്ന് പറഞ്ഞ ലിസ്റ്റ്, അതായത് ഡ്രഗ്സ് എന്തൊക്കെ മരുന്നുകൾ ഒരു ഹോസ്പിറ്റൽസിൽ വേണം എന്നുള്ളതിനെ കുറിച്ച് ഒരു ലിസ്റ്റ് തയ്യാറാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രവർത്തനം. ഓക്കെ, ഒരു ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയിൽ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ മെമ്പേഴ്സ് ആണ്. നമുക്കറിയാലോ ആരൊക്കെയാണ് അതിനകത്തല്ലേ? ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും HOD ഉണ്ട്, മനസ്സിലായി? പിന്നെ ആരുണ്ട്? നഴ്സിംഗ് സൂപ്രണ്ട് ഉണ്ട്. അപ്പൊ ഇവർക്കൊക്കെ അവിടെ വരുന്ന രോഗികളെയും അതുപോലെ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകൾ നമ്മുടെ ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഇവർക്ക് എല്ലാവർക്കും ഐഡിയ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരാണ്, ഈ ഐഡിയ ഉള്ളവരെ കൊണ്ടുവന്ന് കമ്മിറ്റിയിൽ അംഗങ്ങളാക്കിയിട്ടേ കാര്യമുള്ളൂ അല്ലെ? ചില മിക്കയിടത്തും അങ്ങനെ തന്നെയാണ്. നമ്മളിപ്പോ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഈ പറയുന്ന കമ്മിറ്റി പല രീതിയിൽ നമ്മൾ രൂപീകരിക്കാറുണ്ട്. പള്ളിപ്പെരുന്നാള്, അമ്പലങ്ങളിൽ ഉത്സവങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ സ്കൂളുകളിൽ ആനുവൽ ഡേ ഒക്കെ എന്താ പറയാ ഫോം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡേറ്റ് ഒക്കെ തീരുമാനിക്കുമ്പോൾ ഒരു കമ്മിറ്റി രൂപീകരിക്കും. ഓരോരുത്തർക്ക് ആ ഓരോ കമ്മിറ്റികളിൽ അവര് എന്താ പറയാ അവര് കുറച്ച് കാര്യങ്ങൾ നിക്ഷിപ്തമാക്കി കൊടുക്കും. ഇങ്ങനെ ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം എന്നൊക്കെ. അപ്പൊ എന്താണ്, ഇതൊക്കെ സ്മൂത്ത് ഫംഗ്ഷനിങ്ങിന് വേണ്ടിയിട്ടാണ്. ഏത് കാര്യവും സ്മൂത്ത് ആയിട്ട് നടന്നു പോകാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള കമ്മിറ്റീസും അതുപോലെ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഓരോരുത്തർക്ക് അലോട്ട് ചെയ്ത് കൊടുക്കുന്നത്. എല്ലാം കൂടി ഒരാൾ കിടന്ന് ചെയ്യുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മുടെ മൈൻഡിൽ നിന്ന് വിട്ടുപോകും. അപ്പൊ അതൊക്കെ ഇല്ലാതിരിക്കും. അപ്പൊ ഇവിടെ ഹോസ്പിറ്റലിലെ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിക്കകത്ത് ഈ പറയുന്ന HODs, നഴ്സിംഗ് സൂപ്രണ്ട്, ചീഫ് ഫാർമസിസ്റ്റ്, മെഡിക്കൽ സൂപ്രണ്ട് ഒക്കെ ഉള്ളതുകൊണ്ട് they know that what are the medicines required in the hospital. ഏതൊക്കെ മരുന്നുകൾ ഹോസ്പിറ്റൽസിൽ വേണം, കാരണം ഇന്ന ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അപ്പൊ ഈ ഡിപ്പാർട്ട്മെന്റുകളിലേക്കൊക്കെ വേണ്ട മരുന്നുകൾ ഇന്നതൊക്കെയാണ്, ഇതൊക്കെ വേണമെന്ന് അവർക്കറിയാം. സോ ദേ ഹാവ് ടു മേക്ക് എ ലിസ്റ്റ് ഫോർ ദാറ്റ്. അതിന് വേണ്ടിയിട്ട് ഒരു ലിസ്റ്റ് തയ്യാറാക്കുക എന്നുള്ളതാണ് അവർ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം. ആൻഡ് സെക്കൻഡ് വൺ എന്താ ചെയ്യുന്നത്? ആഫ്റ്റർ മേക്കിംഗ് ദ ലിസ്റ്റ് അല്ലെങ്കിൽ ആഫ്റ്റർ പ്രിപ്പയറിംഗ് ദ ഡ്രഗ് ഫോർമുലറി ദേ ഹാവ് ടു സെലക്ട് ദ മാനുഫാക്ചറർ ഓർ സപ്ലയർ ഓർ എനി മോഡ് ഓഫ് പ്രൊക്യൂർമെന്റ്. എങ്ങനെയാണ് നമ്മൾ എന്താ പറയാ മരുന്നുകൾ ഇതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന് വെക്കേണ്ടത്, ഏത് രീതിയിലുള്ള പ്രൊക്യൂർമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇതെങ്ങനെ ലഭ്യമാക്കാം, ഏത് രീതി അതിനു വേണ്ടി സ്വീകരിക്കാം, ഏത് സപ്ലയേഴ്സിനെ സെലക്ട് ചെയ്യണം, എവിടെ നിന്ന് വാങ്ങിക്കണം, ഏതെങ്കിലും പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കണോ, പ്രൊഡ്യൂസറിന്റെ കയ്യിൽ നിന്ന് നേരിട്ട് വാങ്ങിക്കണോ, അല്ലെങ്കിൽ സപ്ലയേഴ്സിനെ ഇടനിലക്കാരിൽ ആയിട്ടുള്ളവരായിട്ടുള്ള നമ്മുടെ സപ്ലയേഴ്സിനെ നിർത്തി വാങ്ങിക്കണം, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അതിനെ കുറിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കണം. ഓക്കെ, എങ്ങനെയാണ് മെഡിസിൻസ് പർച്ചേസ് ചെയ്യേണ്ടത് അതിനെ കുറിച്ചൊരു ഐഡിയ അവർ ഉണ്ടാക്കണം. ഈ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിക്കാരാണ് അത് ഉണ്ടാക്കണേ. നെക്സ്റ്റ് വൺ, they have to add new drugs and also they have to delete the outdated or old drugs. എന്ത് ചെയ്യണം? അവര് പുതിയ പുതിയ ഡ്രഗ്സുകൾ അവരവരുടെ, നമുക്കറിയാം ഓരോ കാലാവസ്ഥകളോ അല്ലെങ്കിൽ ഓരോ വർഷമോ ഓരോ പുതിയ പുതിയ ഡിസീസസ് വരുന്നതിന്റെ അടിസ്ഥാനത്തിലോ പഴയ കുറെ മരുന്നുകളൊക്കെ ഉണ്ടാകും. പണ്ടൊക്കെ ഉപയോഗിച്ചിരുന്ന മരുന്നുകൾ
അതൊക്കെ എന്ത് ചെയ്യണം? അതൊക്കെ മാറ്റിയിട്ട് പുതിയത് അതിന് പകരമായിട്ട് റീപ്ലേസ് ചെയ്യാനായിട്ട് പുതിയ പുതിയ മെഡിസിൻസ് ഉപയോഗിക്കാം. ഇപ്പൊ കുറെ ചില മെഡിസിൻസ് ഒക്കെ പരമ്പരാഗതമായിട്ട് കുറെ വർഷങ്ങളായിട്ട് ഫസ്റ്റ് വൺ ഒരു പാരാസിറ്റാമോൾ നമുക്കറിയാം അല്ലെ. അപ്പൊ അങ്ങനെ അത് തന്നെയാണ് കുറെ നാളുകളായിട്ട് പനി ഒക്കെ വരുമ്പോ ആളുകൾ എടുത്ത് വാരി തിന്നും അല്ലെ. അതുപോലെ തന്നെ തലവേദന വന്നാലും അത് വാരി തിന്നും. ഇങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ ചില മരുന്നുകള് അതിന്റെ എന്താ പറയാ നമ്മളിപ്പോ ഫാഷൻ മാറുക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, അതുപോലെ മാറ്റിക്കളയേണ്ടതായിട്ടുള്ള ചില ഡ്രഗ്സ് ഉണ്ടായിരിക്കും. അത് വേണ്ട, ഇനി അങ്ങനത്തെ ഒരു വേണ്ട, അതിന് പകരം ഇൻസ്റ്റന്റ്, അതിന് പകരം നമുക്ക് വേറെ ഉപയോഗിക്കാം എന്നുള്ള രീതി. അപ്പൊ ന്യൂ ഡ്രഗ്സ് ആഡ് ചെയ്യുക, പഴയതിനെയൊക്കെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ളത് ഓൾഡ് ആയിട്ടുള്ള ഡ്രഗ്സിനെയൊക്കെ റിമൂവ് ചെയ്യുക, ഡിലീറ്റ് ചെയ്യാം. പിന്നെ എന്താ പറയാ, ഡ്രഗ്സ് ദേ ഹാവ് ടു ബി ഡിസ്ട്രിബ്യൂട്ടഡ് ടു ദ OPD. അതായത് എന്തൊക്കെ ഡ്രഗ്സ് നമ്മുടെ OP പേഷ്യൻസിന്, അതായത് ഔട്ട് പേഷ്യൻസിന് കൊടുക്കേണ്ട OPയിൽ കൊടുക്കേണ്ട ഡ്രഗ്സ് ഏതൊക്കെയാണോ അത് ഏതൊക്കെയാണെന്ന് തീരുമാനിക്കുക. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അതൊക്കെ കൊണ്ടുവന്ന് സപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങൾ ഫാർമസിയിലേക്ക് കൊടുക്കാം. പിന്നെന്താ, പോളിസി ഫോമിംഗ്. അതായത് ഒരു ഫാർമസി എങ്ങനെയാണ് നടത്തിക്കൊണ്ട് പോകേണ്ടത്, ആ ഫാർമസിയിൽ ചില നിയമങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ പാലിക്കേണ്ടതുണ്ടാകും. അത് ഒക്കെ ഇവർ തന്നെയാണ് ഫ്രെയിം ചെയ്യുന്നത്. എന്തൊക്കെയാണ് ഫാർമസിയിലുള്ള ആൾക്കാർ ചെയ്യേണ്ടത്. അപ്പൊ അതിന് ഒരു പോളിസി കൊണ്ടുവരും, ഒരു നിയമം പോലെ. അപ്പൊ അവിടെ ഇങ്ങനെ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ ഇൻസ്ട്രക്ഷൻസ് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നതിന് പകരം അതിങ്ങനെ ഒരു പോളിസി പോലെ അവിടെ ഇങ്ങനെ നിയമിച്ച് അതവിടെ ഉണ്ടെങ്കിൽ, അവർക്ക് കൈമാറിയിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് ഫോളോ ചെയ്ത് പോകാം. ആൻഡ് ഓൾസോ അവരെ ഇടയ്ക്കിടയ്ക്ക് മോണിറ്റർ ചെയ്യുക. അവരുടെ ഡ്യൂട്ടി ഇന്നതാണെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്തിട്ട് നമ്മൾ നമ്മുടെ വഴിക്ക് നടന്ന കാര്യമില്ല. ഈ കമ്മിറ്റിക്കാർ ഇടയ്ക്കിടയ്ക്ക് അവരെ ഒന്ന് മോണിറ്റർ ചെയ്യണം. വെദർ ദേ ആർ ഡൂയിങ് ദെയർ ഡ്യൂട്ടീസ് വെൽ, അവരവരുടേതായ കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യുന്നുണ്ടോ. മോണിറ്ററിങ് ഏത് കാര്യത്തിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. അപ്പൊ പോളിസി ഫാർമസിക്ക് വേണ്ടിയിട്ടുള്ള പോളിസി ഫോം ചെയ്യുക ആൻഡ് ഓൾസോ മേക്ക് മോണിറ്ററിങ്സ്, അതായത് മോണിറ്ററിങ്സ് നടത്തുക. ദെൻ ബഡ്ജറ്റ് ഡിമാൻഡ്. ഒരു ഫാർമസിയിൽ എന്തൊക്കെ മരുന്നുകൾ വേണമെന്ന് നമ്മൾ നേരത്തെ അവർ തീരുമാനിക്കുന്നുണ്ട്. സോ വാട്ട് ഈസ് ദ ബഡ്ജറ്റ് ഫോർ ഇറ്റ്, അതിനുവേണ്ടി എത്ര ഫണ്ട് നമുക്ക് മുടക്കേണ്ടി വരും എന്നുള്ള കുറിച്ച് ഒരു ബഡ്ജറ്റ് കീപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ബഡ്ജറ്റ് തയ്യാറാക്കുക. ഇത്ര മെഡിസിൻസ് ആണ്, അപ്പൊ ഏകദേശം ഇത്ര ഫണ്ട് അതിനു വേണ്ടി ഉപയോഗിക്കേണ്ടി വരും എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യേണ്ടത് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയാണ്. ആൻഡ് ഓൾസോ ദേ ഹാവ് ടു ഡെവലപ്പ് ദ ഡ്രഗ് ഇൻഫോർമേഷൻ സിസ്റ്റം. IT എന്ന് പറയുന്ന നമ്മുടെ ഇൻഫോർമേഷൻ, അതായത് ഡ്രഗ്സിനെ കുറിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും അത് സേവ് ചെയ്ത് വെക്കുക, സ്റ്റോർ ചെയ്ത് വെക്കുക. അത് ഹോസ്പിറ്റൽസിൽ ഇന്ന് അതിന് വേണ്ടിയിട്ട് നമുക്ക് IT ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്ന കമ്പ്യൂട്ടർ സിസ്റ്റം ഉപയോഗിച്ച് വാട്ട് എവർ ഇൻഫോർമേഷൻസ് റിഗാർഡിംഗ് ഈച്ച് ആൻഡ് എവറി ഡ്രഗ്സ്, ഏത് ഓരോ മരുന്നുകളെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസ്, എവിടെ നിന്ന് വാങ്ങിച്ചു, ആരാണ് സപ്ലയർ, ഏതാണ് അതിന്റെ ഡേറ്റ്, എക്സ്പയറി ഡേറ്റ് ഉണ്ടെങ്കിൽ അത്, പിന്നെ അതിന് എന്തെങ്കിലും തരത്തിലുള്ള ആഫ്റ്റർ ഇഫക്ട്സ്, ടോക്സിസിറ്റി ഒക്കെ ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഇൻഫോർമേറ്റീവ് ആകുന്ന രീതിയിൽ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുക. അത് എപ്പോഴെങ്കിലൊക്കെ നമുക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ. ഓക്കെ. ആൻഡ് ഓൾസോ ദേ ഹാവ് ടു ചെക്ക് ദ ഹോസ്പിറ്റൽ ഫാർമസി റെക്കോർഡ്സ് ആൻഡ് ഓൾസോ ഡ്രഗ് ക്വാളിറ്റി. ഡ്രഗ്സിന്റെ അവിടെ ഉപയോഗിക്കുന്ന മരുന്നുകളുടെ ക്വാളിറ്റി പരിശോധിക്കുക. അതുപോലെ തന്നെ ക്വാളിറ്റി ഡ്രഗ്സിന്റെ മാത്രം പരിശോധിച്ചാൽ പോരാ, ഇവരുടെ ഫാർമസിയിൽ കുറെ റെക്കോർഡുകളുണ്ട്, കുറെ ബുക്സ് ഒക്കെ ഉണ്ട്. ഇവർ മരുന്നുകൾ എടുത്തു കൊടുക്കുന്നതും അതിനെ സംബന്ധിക്കുന്ന റെക്കോർഡുകളൊക്കെ അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതെല്ലാം ഇടയ്ക്കെടുത്ത് പരിശോധിക്കുക. മാത്രമല്ല ദേ ഹാവ് ടു മെയിൻറ്റെയിൻ ദ ഡ്രഗ് സ്റ്റാൻഡേർഡ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ. അതായത് ഓരോ ഡ്രഗ്സിന്റെയും സ്റ്റാൻഡേർഡ്, ക്വാളിറ്റി അതൊക്കെ നിയന്ത്രിക്കുകയും അതുപോലെ തന്നെ പരിശോധിക്കുകയും ചെയ്യേണ്ടതും മെയിൻറ്റെയിൻ ചെയ്യേണ്ടതൊക്കെ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയാണ്. ഓരോ മെഡിസിൻസിന്റെ ക്വാളിറ്റി, അതിന്റെ എന്താ പറയുക സ്റ്റാൻഡേർഡ്, നിലവാരം ഇതൊക്കെ പരിശോധിക്കുക, അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. ആ ക്വാളിറ്റി നിലനിർത്തണം. അല്ലെങ്കിൽ എന്ത് പറ്റും, കുറെ കഴിയുമ്പോൾ ആ ക്വാളിറ്റി ഇല്ലാത്ത മെഡിസിൻസ് ഈ ഓരോ രോഗത്തിന് വേണ്ടി കൊടുത്ത് കണ്ട പേഷ്യൻസിന് ഉള്ള രോഗത്തെക്കാൾ ഇരട്ടി രോഗവുമായിട്ടൊക്കെ വന്നു കഴിയുമ്പോൾ അത് ഇറ്റ് വിൽ ബി എന്തോ ആകും, അതൊരു മോശപ്പേരാകും അല്ലെ ഹോസ്പിറ്റൽസിന്. അപ്പൊ അത് തന്നെ ഇടവരുത്താത്ത രീതിയിൽ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ കൊണ്ടുപോകുക. ആൻഡ് ലാസ്റ്റ് വൺ ടു ഡിസ്പോസ് ദ എക്സ്പയറി ഡ്രഗ്സ്. എക്സ്പയറി ആയിട്ടുള്ള ഡ്രഗ്സിനെ എന്ത് ചെയ്യുക, ഡിസ്പോസ് ചെയ്യുക എന്ന് വെച്ചാൽ കളയുക, വേണ്ടാന്ന് വെക്കുക, അത് ഡിസ്പോസ് ചെയ്യാം. നമ്മള് സ്പില്ലേജ് വേസ്റ്റ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള എക്സ്പയറി, അതായത് ഇപ്പൊ നമ്മളുടെ ഡിലീഷൻ ഓഫ് ഓൾഡ് ഡ്രഗ്സ് എന്നതിന് മുമ്പിൽ മൂന്നാമത്തെ പോയിന്റും പറഞ്ഞു. ലാസ്റ്റ് പോയിന്റിൽ ടു ഡിസ്പോസ് എക്സ്പയറി ഡ്രഗ്സ് എന്ന് പറഞ്ഞു. അപ്പൊ ഇസ് ഇറ്റ് സെയിം, രണ്ടും ഒന്ന് തന്നെയാണോ? രണ്ടും ഒന്നായിട്ട് തോന്നുന്നുണ്ടോ ആർക്കെങ്കിലും? എന്താണ് അത് തമ്മിലുള്ള വ്യത്യാസം? എനിബഡി ക്യാൻ സേ? ആർക്കെങ്കിലും പറയാമോ? രണ്ടും ഒന്ന് തന്നെയാണോ? എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഉണ്ടെങ്കിൽ ആ വ്യത്യാസം എന്താണെന്നൊന്ന് പറയാമോ? രണ്ടൊന്നും തന്നെയാ? അത് പറയോ ആരെങ്കിലും? എക്സ്പയറി ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ പിന്നെ ഉപയോഗിക്കാൻ കഴിയാത്തത്. മൂന്നാമത്തെ പോയിന്റ് ടു ആർട്ട് ഓഫ് ന്യൂ ഡ്രഗ്സ്, ഡിലീഷൻ ഓഫ് ഓൾഡ് ഡ്രഗ്സ്. അതില് പുതിയ ഒരു അസുഖം വരുമ്പം അതിന് കുറച്ചുകൂടെ നല്ല മെഡിസിൻ കൊണ്ടുവരണം, ആ ഒരു ഇതാ.
ശരിയാണ്. ചിലർക്ക് അപ്പൊ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ള കാര്യമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് ചോദിച്ചത്. ഞാനിങ്ങനെ പറഞ്ഞിട്ട് പോയി, അപ്പൊ രണ്ടൊന്നുണ്ടല്ലേ, പിന്നെ ടീച്ചർ എന്താണ് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞതൊക്കെ പറയരുത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എടുത്ത് ചോദിച്ചത്. അപ്പൊ ആർക്കെങ്കിലും അറിയാം. ഓക്കെ, ആൾ പറഞ്ഞത് ശരിയാണ്. അതായത് ഡിലീഷൻ ഓഫ് ഓൾഡ് ഡ്രഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില മരുന്നുകൾ എടുത്ത് മാറ്റിക്കളയണ്ട. അങ്ങനെ ഒരു മരുന്ന് ഇനി ഉപയോഗിക്കാൻ പാടില്ല മൊത്തത്തില്. അതായത് എവിടെയും ഉപയോഗിക്കാൻ പാടില്ലാത്ത ചില മരുന്നുകളുണ്ട്. അതൊക്കെ കുറച്ച് ഓൾഡ് ആണ്. എന്നാൽ പുതിയ ടെക്നോളജി മാറി വന്നപ്പോൾ കുറെ പുതിയ മെഡിസിൻസ് റിസർച്ചിലൂടെ ആളുകൾ കണ്ടെത്തിയിട്ടുണ്ട് ആ രോഗത്തിന് ഉപയോഗിക്കാൻ. അപ്പൊ അതിന് പകരമായിട്ട് ആ ഓൾഡ് ഡ്രഗ്സ് മാറ്റിയതിനു ശേഷം ഇത് അവിടെ റീപ്ലേസ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ആ മരുന്നുകൾ പ്രൊവൈഡ് ചെയ്യാം. മറ്റേത് എക്സ്പയറി ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ ഡേറ്റ് കഴിഞ്ഞ മരുന്നാണ്. ഓക്കെ, ഔട്ട്ഡേറ്റഡ് ആണ് എന്ന് വെച്ചാൽ എന്താ, അതായത് മരുന്ന് ഇപ്പൊ 31 മാർച്ച് 2024 വരെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. മാർച്ച് അല്ലെങ്കിൽ 2024 ഇയർ ആയിരിക്കും മിക്കവാറും തരാം. അപ്പൊ 2024 വരെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മരുന്നാണ്. നമ്മള് കടയിൽ നമ്മൾ എന്താ പറയുക മെഡിക്കൽ ഷോപ്സിലും ഒക്കെ പോയിട്ട് ഇപ്പൊ ഹോസ്പിറ്റൽസിലും ഒന്നും വലിയ കുഴപ്പമില്ല. കാരണം അവിടെ അങ്ങനെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നുകൾ പ്രൊവൈഡ് ചെയ്യില്ലായിരിക്കും മിക്കവാറും. കാരണം എന്ന് വെച്ചാൽ അവരത് ചെക്ക് ചെയ്തിട്ടാവില്ല അവര്. കാരണം ഈ പറയുന്ന ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ദേ ഹാവ് ടു ചെക്ക് അങ്ങനെയുള്ള മെഡിസിൻസ് ആർ കെപ്റ്റ് ഇൻ ദ ഹോസ്പിറ്റൽ ഫാർമസിയിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് ഇവരുടെ ഡ്യൂട്ടിയാണ്. അതുകൊണ്ട് ഇവരിങ്ങനെ ഇടയ്ക്ക് ചെക്ക് ചെയ്യുന്നത് കൊണ്ട് മിക്കവാറും അവിടുത്തെ ഈ പറയുന്ന റാക്സിൽ അല്ലെങ്കിൽ ക്യാബിനറ്റ്സിൽ കബേർഡ്സിലൊന്നും ഈ പറഞ്ഞ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നുകൾ ഉണ്ടാകാൻ സാധ്യതകളില്ല. എന്നാൽ മെഡിക്കൽ ഷോപ്സിൽ നമ്മൾ പുറത്ത് ഹോസ്പിറ്റൽസിന്റെ പുറത്തുള്ള മെഡിക്കൽ ഷോപ്സിലൊക്കെ ചിലപ്പോൾ നമ്മൾ മരുന്ന് വാങ്ങിക്കുമ്പോൾ വി ഹാവ് ടു ചെക്ക് ഔട്ട്. അത് നമ്മൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം. ബിക്കോസ് അവിടുത്തെ തരുന്ന മരുന്നുകളിൽ ചിലപ്പോഴൊക്കെ ഇതുപോലെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞത് അല്ലെങ്കിൽ ഇപ്പൊ കഴിയും 2 ദിവസം കൂടി ഉള്ളൂ എന്ന് പോലെയുള്ള മരുന്നുകൾ ഉണ്ടാകാം. അപ്പൊ 2 ദിവസം കൂടിയൊക്കെ ഉള്ളൂ എന്നുള്ള മരുന്നൊക്കെ ആണെങ്കിൽ നമുക്ക് ഇപ്പൊ ചിലപ്പോ ചില മരുന്നൊക്കെ നമുക്ക് ഇപ്പോഴത്തെ ഉപയോഗം കഴിഞ്ഞാലും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം വരുമ്പോഴും നമുക്കൊരു അധികം വലിയ ഗ്യാപ്പ് ഇല്ലാണ്ടൊക്കെ ആവുന്നു. 1 വർഷത്തിൽ കൂടുതലൊക്കെ ഗ്യാപ്പ് ഇല്ലാണ്ട് വരികയാണെങ്കിൽ നമുക്ക് അത് ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ അതിന്റെ സ്റ്റോർ ചെയ്ത് വെക്കും. നമ്മുടെ വീട്ടിൽ തന്നെ എടുത്ത് വെക്കും അല്ലെ. ഇപ്പൊ ചുമയുടെ മരുന്നൊക്കെ ഒരു കുപ്പി വാങ്ങിച്ചു, ചിലപ്പോൾ നമ്മുടെ ചുമയൊക്കെ മാറി പിന്നെ ഇത് കുടിച്ചോണ്ടിരിക്കില്ല, ആരും കുടിച്ചോണ്ടിരിക്കില്ല. അത് തീർന്ന് അസുഖം മാറി അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, എടുത്ത് വെക്കും. ബിക്കോസ് അതിന് ഡേറ്റ് ഉണ്ട്. ഇനി അടുത്ത ചുമ വരുമ്പോൾ നമുക്ക് എടുത്ത് ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഒക്കെ അങ്ങനെയൊക്കെ ചെയ്യുക. അല്ലാണ്ട് അടുത്ത ചുമ വരുമ്പോൾ ഞാൻ അടുത്ത പ്രാവശ്യം മരുന്ന് പോയി വാങ്ങിച്ചോളാം അങ്ങനെയല്ല. നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് 2 ദിവസം ഇത് തന്നെ കുടിച്ചു നോക്കും. കഴിഞ്ഞ പ്രാവശ്യം ചുമയ്ക്ക് വേണ്ടി ചെന്നപ്പോ ഡോക്ടർ ഇതല്ലേ തന്നെ, അപ്പൊ ഇനിയും ചെല്ലുമ്പോൾ ഇതന്നെയല്ലേ തരുള്ളൂ. അപ്പൊ അതെന്ത് ചെയ്യാം, കുറച്ച് അത് പുള്ളിക്കാരൻ തന്നതല്ലേ, എന്തായാലും അത് കുടിച്ചു നോക്കാം. എന്നിട്ടൊക്കെ മാറിയില്ലെങ്കിലാണ് പിന്നെ നമ്മൾ ഹോസ്പിറ്റൽസിൽ പോകുള്ളൂ. സ്വാഭാവികമായിട്ട് അങ്ങനെയാണ് എല്ലാവരും ചെയ്യാം. ഞങ്ങളുടെ നാട്ടിലും ഞങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണ് ചെയ്യാം. കുറച്ചു നേരമൊക്കെ നമ്മൾ തന്നെ ഡോക്ടറാകും. ഓക്കെ, അതല്ല എങ്കിൽ ആണ് നമ്മൾ പിന്നീട് മാറിയില്ലെങ്കിൽ പിന്നെ പോകുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നോക്കണം അതിനകത്ത്. ചിലപ്പോ ഈ വർഷം അതായത് 2024 നമ്മുടെ ഓഗസ്റ്റ് മാസം വരെയുള്ള ഒരു ഡേറ്റ് ഉള്ള ഒരു മരുന്നാ തന്നെയാണ്. ഇപ്പൊ ഓഗസ്റ്റ് മാസം തീരാനായിട്ട് 12 ദിവസമൊക്കെ അല്ല 10 ദിവസമൊക്കെ ഉള്ളൂ. അപ്പൊ ആ സമയത്ത് നമ്മൾ ഇങ്ങനെ ഒരു മരുന്ന് വരുമ്പോൾ നമ്മളുടെ ചുമ മാറിയാലും ചിലപ്പോ നമ്മൾ എന്ത് ചെയ്യും, മാറ്റി വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഡേറ്റ് കഴിഞ്ഞ് തീർന്നിരിക്കുകയാണ് അല്ലെ, തീരാറായിരിക്കുകയാണ്. സോ ദാറ്റ് നമ്മൾ പറയണം, ഒന്ന് ഇൻഫോം ചെയ്യരുത് ഈ മരുന്നിന്റെ ഡേറ്റ് തീരാറായി, അപ്പൊ ഇത് വേണ്ട മാറിത്തന്നോ എന്ന് നമുക്ക് മെഡിക്കൽ ഷോപ്സിൽ പറയാം, ഇൻഫോം ചെയ്യാം. ഓക്കെ, അപ്പൊ അതാണ് എക്സ്പയറി കഴിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പറഞ്ഞിരിക്കുന്ന അതിനകത്ത് ഒരു എക്സ്പയറി ഡേറ്റ് അതുകൊണ്ട് എല്ലാ മരുന്നുകളും നമ്മൾ എന്ത് സാധനം വാങ്ങിക്കുമ്പോഴും അതൊന്ന് ചെക്ക് ചെയ്യാൻ നല്ലതാണ്. ഈ മരുന്നുകൾ മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത്, എന്ത് പാക്കഡ് ആയിട്ടുള്ള ഐറ്റംസ് നമ്മൾ വാങ്ങിക്കുമ്പോഴും നമ്മൾ പുറത്തുനിന്ന് എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട്, ബ്രെഡ്, പാല്, അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് പാക്കഡ് ഐറ്റംസ്. ഈ പാക്കഡ് ഐറ്റംസ് വാങ്ങിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. ഇത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ അത് ചെക്ക് ചെയ്തിട്ടായിരിക്കും നമ്മൾ വാങ്ങിക്കേണ്ടത് മിക്കവാറും. അപ്പൊ അത്തരം ഇതിനെയാണ് നമ്മൾ എക്സ്പയറി ഡ്രഗ്സ് എന്ന് വിളിക്കുക കേട്ടോ. അത് രണ്ടും ഒന്നുമല്ല എന്ന് പറഞ്ഞതാണ് ഞാൻ. അപ്പൊ മനസ്സിലായോ എന്താണ് നമ്മുടെ ഹോസ്പിറ്റൽ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ ഫങ്ഷൻസ്? ക്ലിയർ അല്ലേ? ക്ലിയർ? ഓക്കെ, സോ നമുക്ക് അടുത്തതിലേക്ക് പോകാം. 10 മിനിറ്റ് കൂടെ ഹോസ്പിറ്റൽ ഫോർമുലറിയുടെ കൂടെ എടുത്തേക്കാം. ഓക്കെ, റെഡി അല്ലേ? നിങ്ങൾ പറഞ്ഞാൽ എടുക്കുള്ളൂ, നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഞാൻ എടുക്കില്ല. ഓക്കെ, റെഡിയാണ്. ഓക്കെ, ഹോസ്പിറ്റൽ ഫോർമുലറി നമ്മൾ നേരത്തെ പറഞ്ഞു, ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓർ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ടു പ്രിപ്പയർ ദ ഡ്രഗ് ഫോർമുലറി. ഡ്രഗ് ലിസ്റ്റ് തയ്യാറാക്കുക എന്നുള്ളതാണ് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ ഏറ്റവും പ്രഥമമായിട്ടുള്ള ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ അവരുടേതായ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ഹോസ്പിറ്റൽ ഫോർമുലറി? എന്താണ് ഈ ഹോസ്പിറ്റലിന്റെ ഡ്രഗ് ലിസ്റ്റ്? ഡ്രഗിന്റെ ലിസ്റ്റ് എന്താണ്?
See, we can say that no pharmacy, no hospital pharmacy can stock every medications which is required by the doctors to prescribe for their patients. Okay. അതായത് ഏതൊരു ഹോസ്പിറ്റലിൽ നമ്മൾ നോക്കിയാലും അവിടുത്തെ ഹോസ്പിറ്റലിന്റെ ഫാർമസിയിലെ ഈ പറഞ്ഞ പോലെ ഏതൊക്കെ പേഷ്യൻസ് എന്തൊക്കെ രോഗവുമായിട്ട് പേഷ്യൻസ് വരും നമുക്കറിയില്ലല്ലോ. അപ്പൊ അവർക്ക് എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യാൻ പ്രിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ മെഡിസിൻസും കൊണ്ടുവന്ന് ഹോസ്പിറ്റലിന്റെ ഫാർമസിയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുമോ? അത് പറ്റുന്ന കാര്യമാണോ എന്ന് ആലോചിച്ച് നോക്ക്. ആണോ അല്ലയോ? അല്ല എന്ന് പറയേണ്ടി വരും. എന്താ കാരണം അല്ല എന്ന് പറയാൻ? എന്ത് പറ്റാത്തതെന്ന് ചോദിച്ചാലോ നിങ്ങൾ? തീർച്ചയായും പറയാം അല്ല എന്ന് തന്നെ. പറ്റും. ഇല്ല, കാരണം എന്താണെന്നറിയാമോ? അതായത് ഓരോ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് അസുഖങ്ങളല്ലേ ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്നേ. അപ്പൊ ചില അസുഖമൊക്കെ പുതിയത് കേൾക്കണതാ, ആദ്യമായിട്ട് കേൾക്കുന്നതാ. ഇതുപോലെ ഇതിനു മുമ്പ് അങ്ങനത്തെ രോഗങ്ങളെ കുറിച്ച് കേട്ടിട്ട് പോലും ഇല്ലാത്ത ഇതുണ്ട്. അപ്പൊ അവര് അതെന്തുകൊണ്ട് അങ്ങനെ ഒരു അസുഖം വരാനുള്ള കാരണം എന്നൊക്കെ കണ്ടെത്തി അത് റിസർച്ചിലൂടെ അതിന് മരുന്നും കണ്ടെത്തിയാൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ മരുന്ന് ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ എവറി ഹോസ്പിറ്റൽ, ഏത് ഹോസ്പിറ്റൽ നമ്മൾ എടുത്താലും they cannot stock each and every medications which is required or which has to be prescribed by the doctors for their patients. പേഷ്യൻസിനെ പ്രിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി എല്ലാ തരത്തിലുള്ള മരുന്നുകളും കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്യാന്നുള്ളത് ഏതൊരു ഹോസ്പിറ്റൽ ഫാർമസിയെ സംബന്ധിച്ചും അപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യമല്ല. അതാണ് ആ നോ ചേർത്ത് സെന്റൻസ് തുടങ്ങിയേക്കണേ. നെഗറ്റീവ് മീനിങ് ആണ് സെന്റൻസിന്. ക്ലിയർ ആയോ? എന്താണ് ആ സെന്റൻസ് മനസ്സിലായി? ഇച്ചിരി ആ നോ ചേർത്ത് തുടങ്ങിയത് കൊണ്ട് തന്നെ ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത്ര എടുത്തു പറയുന്നത്. ആ വാചകം എന്താന്ന് മനസ്സിലായോ എന്ന്? ഒരു ഹോസ്പിറ്റലില് പ്രവേശിപ്പിച്ചിരിക്കുന്ന പേഷ്യൻസിന് ചിലപ്പോൾ അവരെ കിടത്തി ചികിത്സിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഹോസ്പിറ്റലൈസ്ഡ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഹോസ്പിറ്റലൈസ് ചെയ്തിരിക്കുന്ന പേഷ്യൻസിന് കൊടുക്കാൻ പറ്റിയ എല്ലാ മരുന്നുകളും ഹോസ്പിറ്റലിന്റെ ഫാർമസിയിൽ വെക്കുക അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. ആ സെന്റൻസ് അങ്ങനെയാണെന്ന് ക്ലിയർ ആണോ? ഒന്ന് പറയോ? ഓക്കെ, ഇനി അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? The Drug and Therapeutic Committee will make a list of medications that the hospital pharmacy has to stock according to the medications which is prescribed by the doctors, and also they have to collect informations regarding the drug list to make any changes in that list. അതായത് അങ്ങനെ വന്നപ്പോ ഈ ഹോസ്പിറ്റലിലെ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി എല്ലാ മരുന്നും കൊണ്ടൊന്നും സ്റ്റോക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നമുക്ക് വ്യക്തമായി. അങ്ങനെയാണെങ്കിൽ ഇവരെന്ത് ചെയ്യണം എന്നറിയാമോ? ഹോസ്പിറ്റലിന്റെ ഫാർമസിയിൽ സാധാരണ വരുന്ന അല്ലെങ്കിൽ സാധാരണ എന്തൊക്കെ രോഗവുമായിട്ടാണോ വരുന്ന ആളുകൾ അതിന് വേണ്ടിയിട്ടുള്ള മെഡിക്കേഷൻസ് എല്ലാം കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്ത് വെക്കണം. അപ്പോ അവരുടെ അതിനകത്ത് ആ സ്റ്റോക്കിലെ എല്ലാ ഇൻഫോർമേഷൻസും, അതായത് ഓരോ മരുന്നിനെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസ് അടക്കം കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്യാം. അത് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ ഒരു ഉത്തരവാദിത്വമാണ്. ആൻഡ് ഇങ്ങനെ കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്ത് വെക്കുമ്പോൾ എന്ത് ചെയ്യണം? ദേ ഹാവ് ടു ഓൾസോ മേക്ക് ഇൻ കോൺടാക്ട്. എപ്പോഴും ദേ ഹാവ് ടു മീറ്റ് റെഗുലർലി. ആര്? ഫാർമസിക്കാരുമായിട്ട് അടുത്തടുത്ത്, അതായത് തൊട്ടടുത്ത ദിവസങ്ങളിൽ അല്ലെങ്കിൽ അടുത്തടുത്ത ദിവസങ്ങളിൽ തന്നെ ഇവർ തമ്മിലൊരു മീറ്റിംഗ്സ് അല്ലെങ്കിൽ അവരെ പോയിട്ട് അവിടെ ചെന്നിട്ട് കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ഈ പറയുന്ന മരുന്നുകളിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണോ, അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരണോ, അല്ലെങ്കിൽ ഇന്ന മരുന്ന് ഇനി വേറെ ആക്കണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഇവർ അവിടെ പോയി അന്വേഷിക്കണം. എവിടെ പോയി അന്വേഷിക്കണം? ഫാർമസിയിൽ. കാരണം ഫാർമസിയിലുള്ളവർക്ക് ഇങ്ങോട്ട് വന്ന് ഈ കമ്മിറ്റിക്കാരെ അടുത്ത് വന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഈ കമ്മിറ്റീസ് ദേ ഹാവ് ടു മീറ്റ് റെഗുലർലി എന്നാ പറഞ്ഞേക്കണേ. ഇടയ്ക്കിടയ്ക്ക് ഇവർ തമ്മിൽ മീറ്റ് ചെയ്ത് അവര് എന്തെങ്കിലുമൊക്കെ മെഡിസിൻസിന്റെ കാര്യങ്ങളിൽ മാറ്റം വരുത്താനുണ്ടോ, സ്റ്റോക്കുകൾ അല്ലെങ്കിൽ ഇത് മാറ്റി വേറെ ആക്കണോ എന്നുള്ള കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യണമെങ്കിൽ ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ല. ഓക്കെ, ഫാർമസിക്കാരും ഇവരും കൂടി ഇരുന്ന് ആലോചിച്ചിട്ട് വേണം അങ്ങനെ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. അതാണ് പറഞ്ഞത്. അപ്പൊ ആ പ്രിസ്ക്രൈബ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മരുന്നുകൾ സ്റ്റോക്ക് ചെയ്യേണ്ടത് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയാണ്. ആൻഡ് ഓൾസോ ഇഫ് ദേ ഹാവ് ടു മേക്ക് എനി ചേഞ്ചസ് ഇൻ ദാറ്റ് മെഡിസിൻസ് ദേ ഹാവ് ടു മീറ്റ് റെഗുലർലി വിത്ത് ദ ഫാർമസി. ഫാർമസിയുമായിട്ട് മീറ്റ് ചെയ്ത് കാര്യങ്ങൾ തീരുമാനിച്ചാണ് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ വരുത്തുക. Okay, and from this list, അതായത് നമ്മള് ഹോസ്പിറ്റലിന്റെ ഡ്രഗ്സിന്റെ ലിസ്റ്റ് ഉണ്ടല്ലോ, ഫോർമുലറി, ആൻഡ് ദ ഡോക്ടേഴ്സ് യൂസ് ദിസ് ലിസ്റ്റ്. ഈ ഹോസ്പിറ്റലിലെ ഈ ഡ്രഗ് ലിസ്റ്റ് ഉപയോഗിച്ചാണ് ഡോക്ടേഴ്സ് എന്ത് ചെയ്യുന്നത്? ദേ പ്രൊവൈഡ് മെഡിസിൻസ് ഓർ ദേ പ്രിസ്ക്രൈബ് മെഡിസിൻസ് ടു ദ പേഷ്യൻസ് ഫോർ എനി സിംറ്റം ഓർ കണ്ടീഷൻ. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ രോഗവുമായിട്ട് വരുന്ന രോഗികൾക്ക് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻസ് ഈ പറയുന്ന ഡ്രഗ് ലിസ്റ്റ് പ്രകാരമായിരിക്കും. അല്ലാണ്ട് ഇവര് വേറെ ഒന്ന് എഴുതി അവിടെ എന്താ പറയാ ഫാർമസിയിൽ ഇരിക്കുന്ന വേറെ മരുന്ന്. കാരണം ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി അവര് നിശ്ചയിച്ച് കുറെ മരുന്നുകളുടെ പേരുകളും മറ്റു കാര്യങ്ങളൊക്കെ അവര് അതിന് ഓർഡർ കൊടുത്തു, അതുകൊണ്ടത് ഫാർമസിയിൽ സ്റ്റോക്ക് ചെയ്തു. എന്നിട്ട് ഡോക്ടർമാര് അവരുടെ രീതിയിൽ കുറെ മരുന്നുകളുടെ പേരുകൾ ഈ വരുന്ന പേഷ്യൻസിന് എഴുതി കൊടുത്തു. രണ്ടായില്ലേ? അപ്പൊ ഈ പറഞ്ഞ മരുന്ന് എവിടെ നിന്ന് കിട്ടുമോ? പോയാലും ഫാർമസിയിൽ ഇല്ല. അപ്പൊ ഈ ഫോർമുലർ ഉപയോഗിക്കണം.
അതായത് ഡ്രഗ് ലിസ്റ്റ് പ്രകാരം ആണ് ഫാർമസിയിൽ മരുന്ന് സ്റ്റോക്ക് ചെയ്തേക്കണേ. ആ ഡ്രഗ് ലിസ്റ്റ് ആരുടെ കയ്യിലുണ്ടായിരിക്കണം? അപ്പൊ ഡോക്ടേഴ്സിന്റെ കയ്യിലുണ്ടായിരിക്കണം. അത് അപ്പൊ എന്ത് പറ്റും? ദേ ക്യാൻ പ്രിസ്ക്രൈബ് ദ മെഡിസിൻസ്. ആ പറയുന്ന ലിസ്റ്റ് പ്രകാരമുള്ള മെഡിസിൻസ് ഡോക്ടേഴ്സിന് അവരുടെ രോഗത്തിനനുസരിച്ച് വരുന്നവർക്കൊക്കെ ഈ പറഞ്ഞ ലിസ്റ്റിലുള്ള എല്ലാ മരുന്നും കൊടുത്തു വിടാനല്ല, എന്ത് രോഗമോ അല്ലെങ്കിൽ എന്ത് സിംറ്റമായിട്ടാണോ വന്നിരിക്കുന്നത് അതിന് പ്രകാരമുള്ള മരുന്നുകൾ ഈ ലിസ്റ്റിലുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കാനായിട്ട് ഡോക്ടേഴ്സിന് സാധിക്കും. ആൻഡ് വൈൽ ഡൂയിങ് ദിസ് ദേ ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് ഓൾ ദാറ്റ് മെഡിക്കേഷൻസ് ആർ പ്രിസ്ക്രൈബ്. അതായത് നമുക്ക് ഈ പറഞ്ഞ ലിസ്റ്റ് പ്രകാരം അല്ലാത്ത മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യാൻ പാടില്ല. മാത്രമല്ല വിച്ച് ക്യാൻ കോസ് പെരിലസ് ഇന്ററാക്ഷൻസ് വിത്ത് അതർ മെഡിക്കേഷൻസ്. ചില മരുന്നുകളോട് കൂടെ ഉപയോഗിക്കുമ്പോഴേ ചിലപ്പോ ചില പെരിലസ് എന്ന് പറഞ്ഞാൽ ചില എന്താ പറയാ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകാം, റിയാക്ഷൻസ് ഉണ്ടാകാം. ചിലപ്പോ ഒരു മരുന്ന്, ആ മരുന്നിനോടൊപ്പം മറ്റൊരു മരുന്ന് ഇതിനോട് ചേരാത്ത ചില കോമ്പൗണ്ടുകൾ ചേർത്തതായിരിക്കാം. അപ്പൊ അതുകൊണ്ട് ആ ചേർച്ചയില്ലാത്തത് കൊണ്ട് ഡേഞ്ചർ സിറ്റുവേഷൻസിലേക്ക് പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അത്തരം ഇന്ററാക്ഷൻസ് വരുന്ന മരുന്നുകൾ ഉപയോഗിക്കാതിരിക്കാനും ആര് ശ്രദ്ധിക്കണം? ഡോക്ടേഴ്സ് ശ്രദ്ധിക്കണം പ്രിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത്. കാരണം അവരാണല്ലോ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. രോഗിക്ക് ഈ പറഞ്ഞ മരുന്ന് ഏതാണോ ഇന്ന മരുന്ന് മറ്റൊരു മരുന്നുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമെന്നൊന്നും രോഗിക്ക് അറിയില്ല. നമുക്ക് ഇതൊക്കെ അറിയാമെങ്കിൽ പിന്നെ നമ്മൾ ഡോക്ടറെ അടുത്ത് പോകുമായിരുന്നോ? ഇല്ല, നമ്മൾ തന്നെ മരുന്ന് നമ്മൾ തന്നെ കഴിച്ചേനെ അല്ലെ. അപ്പൊ പേഷ്യൻസിന് അറിയില്ല, അവർക്ക് അതിനെ കുറിച്ചുള്ള അവയർനെസ് ഇല്ലാത്തത് കൊണ്ട് ഡോക്ടേഴ്സ് ആണ് എൻഷുർ ചെയ്യേണ്ടത് ദാറ്റ് ദേ ആർ യൂസിങ് കറക്റ്റ് ടൈപ്പ് ഓഫ് മെഡിക്കേഷൻസ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് കറക്റ്റ് തന്നെയാണ്. ആൻഡ് വിച്ച് വിൽ നോട്ട് കോസ് പെരിലസ് ഇന്ററാക്ഷൻസ്. മറ്റു മെഡിസിൻസുമായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിന് ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകില്ല എന്നുകൂടി ഉറപ്പുവരുത്തേണ്ടതാണ്. Okay, and next one, the committee has to select the medications. അതായത് ഓരോ മെഡിസിൻസും അവർ സെലക്ട് ചെയ്യുമ്പോൾ ഫോർമുലറി തയ്യാറാക്കുമല്ലോ. അപ്പൊ സെലക്ട് ചെയ്യുമ്പോൾ അതിന്റെ ഇഫക്റ്റീവ്നെസ്, ആ മരുന്നിന്റെ ഇഫക്റ്റീവ്നെസ്, അതിന്റെ കോസ്റ്റ്, അതിന്റെ ക്വാളിറ്റി ആൻഡ് അതിന്റെ നീഡ്, നമ്മുടെ ഹോസ്പിറ്റലിൽ ആ ഒരു മെഡിസിന്റെ ആവശ്യകത ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ബേസ് ചെയ്ത് വേണം അവര് മെഡിക്കേഷൻസ് ലിസ്റ്റ് തയ്യാറാക്കാൻ, മരുന്നുകൾ തയ്യാറാക്കുമ്പോൾ. അതിന്റെ ക്വാളിറ്റി, ഇഫക്റ്റീവ്നെസ്, കോസ്റ്റ്, ചെലവ്, അത് എത്രത്തോളം നമ്മുടെ ഹോസ്പിറ്റലിൽ നെസസറി ആണ്, ഇത്തരം ഘടകങ്ങൾ കൂടി കണക്കിലെടുത്തിട്ട് വേണം കമ്മിറ്റി തന്റെ ലിസ്റ്റ് തയ്യാറാക്കാനായിട്ട്. അപ്പൊ ദാറ്റ്സ് ഓൾ അബൌട്ട് ഹോസ്പിറ്റൽ ഫോർമുലറി. അപ്പൊ ഹോസ്പിറ്റലിന്റെ ഡ്രഗ് ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് നമ്മളവിടെ പറഞ്ഞതൊക്കെ. ക്ലിയർ ആണോ? സെന്റൻസുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കിയേ, ജസ്റ്റ് ഒന്ന് വേഗം വായിച്ചു നോക്കിയേ. ഏതെങ്കിലും പോയിന്റ് ക്ലിയർ ആകാത്തുണ്ടെങ്കിൽ ചോദിക്കാം. മേഡം ഫസ്റ്റ് ഒന്നുകൂടെ പറയാവോ? പറയാം. അതായത് നമ്മുടെ ഹോസ്പിറ്റൽസ് ഇത് എങ്ങനെയാണ് സെന്റൻസ്? നോ ഹോസ്പിറ്റൽ ഫോർമുലറി ക്യാൻ പെർഹാപ്സ് സ്റ്റോക്ക് എവറി മെഡിക്കേഷൻ ദാറ്റ് ഇസ് കൺസേൺഡ്. ദ ഡോക്ടർ മേ ഹാവ് ടു പ്രിസ്ക്രൈബ് ഫോർ ദെയർ പേഷ്യൻസ് ഹു ആർ ഹോസ്പിറ്റലൈസ്ഡ്. ഒരു ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസ് ചിലപ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആകാം, അല്ലാതെയും ആകാം, ഔട്ട് പേഷ്യൻസ് ഡിപ്പാർട്ട്മെന്റിൽ വരുന്നവരാകാം. ഇവർക്ക് എല്ലാവർക്കും വേണ്ടി വരാൻ സാധ്യതയുള്ള എല്ലാ മരുന്നുകളും കൊണ്ടുവന്ന് ഒരു ഹോസ്പിറ്റലിന്റെ ഫാർമസിക്കകത്ത് സ്റ്റോർ ചെയ്യുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ്. ഒരു ഹോസ്പിറ്റൽസിലും അങ്ങനെ ഇല്ലാന്ന് എന്ന് വെച്ചാൽ ഏതൊക്കെ പേഷ്യൻസ് വരാൻ സാധ്യതയുണ്ടെന്നും ഇന്ന പേഷ്യൻസ് ഒക്കെ ഇന്ന രോഗമായിട്ടാണ് വരാൻ സാധ്യതയുള്ളതെന്ന് മുൻകൂട്ടി കണ്ട് എല്ലാ മെഡിസിൻസും കൊണ്ട് സ്റ്റോർ ചെയ്താൽ വെക്കാൻ പറ്റില്ല. ചിലപ്പോൾ ഹോസ്പിറ്റലിൽ രോഗി വന്ന് ആ രോഗം എന്താണെന്ന് മനസ്സിലാക്കി പഠിച്ചതിന് ശേഷമായിരിക്കും എന്ത് മരുന്ന് കൊടുക്കണമെന്ന് ചില രോഗത്തിന് മനസ്സിലാകുള്ളൂ. അപ്പോഴായിരിക്കും അതിന് വേണ്ടിയിട്ട് അവർ ഓർഡർ ചെയ്യുക അല്ലെങ്കിൽ പുതിയതായിട്ട് റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ക്ലിയർ ആയോ? അതായത് എല്ലാ മരുന്നുകളും സ്റ്റോർ ചെയ്യുന്നത് അസാധ്യമാണ്, എളുപ്പമില്ല. അത് ഏത് ഹോസ്പിറ്റൽസിനെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ്. എല്ലാ മരുന്നുകളും കൊണ്ട് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല എന്ന് ഹോസ്പിറ്റലിന്റെ ഫാർമസിയിൽ. അത് എന്തുകൊണ്ടാന്ന് ഉള്ളതിന് ഉത്തരം കൂടി ഞാൻ അവിടെ പറയുന്നുണ്ട്. അവരതേ പറയുന്നുള്ളൂ. എല്ലാ മരുന്നുകളും കൊണ്ടുവന്ന് പേഷ്യൻസിന് കൊടുക്കാൻ വേണ്ട എല്ലാ മരുന്നും കൊണ്ടുവന്ന് ഒരു ഹോസ്പിറ്റലിന്റെ ഫാർമസിയിൽ സ്റ്റോർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ ഇല്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷെ അതെന്താണ് കാരണം എന്നാണ് ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ട് പറ്റില്ല? അപ്പൊ നമ്മൾ തന്നെ നമ്മളോട് എന്താ അങ്ങനെ ഹോസ്പിറ്റലിന്റെ ഫാർമസിക്ക് ഇത്ര സ്ഥലമില്ലാത്തത് കൊണ്ടാണ് അവർ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് വെക്കാത്തത്? അങ്ങനെയല്ല, പുതിയ പുതിയ രോഗങ്ങൾ ഓരോ ദിവസവും നമ്മൾ പുതിയതായിട്ട് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ രോഗത്തിന് ഇനി പുതിയ മരുന്നും കണ്ടുപിടിക്കേണ്ടി വരും. എല്ലാ മരുന്നുകളും പണ്ടുണ്ടായിരുന്ന പോലത്തെ രോഗങ്ങളാണോ ഇപ്പൊ ഉള്ളത്?
ഓരോ ഡിഫറെന്റ് വ്യക്തികൾക്കും ഡിഫറെന്റ് ആയിട്ടുള്ള അസുഖങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് കൊടുക്കേണ്ട മരുന്നുകൾ എന്താണെന്ന് ചിലപ്പോ അവരുടെ കയ്യിൽ ഉള്ള മരുന്നുകൾ തന്നെ കൊടുക്കാൻ പറ്റുമായിരിക്കും, ചിലതിന് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. സോ ദാറ്റ് അവരെന്ത് ചെയ്യേണ്ടി വരും, പുതിയതായിട്ട് മെഡിസിൻസ് കോമ്പൗണ്ട് ചെയ്ത് ഉണ്ടാക്കുകയോ പുതിയതായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയൊക്കെ ചെയ്യേണ്ടി വരും. അപ്പൊ അതിന് കണ്ടെത്തലുകൾ നടത്തണം. ഓരോ ഡോക്ടേഴ്സും വെറുതെ പഠിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി അവരൊരു ഡോക്ടർ ആയി എന്ന് പറയുമ്പോൾ ഒന്നും ഇനി പഠിക്കാനില്ല എന്നല്ല അവരുടെ അതിന്റെ അർത്ഥം. പുതിയ പുതിയ രോഗങ്ങളും പുതിയ പുതിയ സിറ്റുവേഷൻസും മാറി വരുന്നതനുസരിച്ച് ദേ ഹാവ് ടു മേക്ക് ന്യൂ റിസർച്ചസ്. പുതിയ പുതിയ റിസർച്ചുകൾ നടത്തണം, അതിൽ പുതിയ പുതിയ മരുന്നുകൾ കണ്ടെത്തണം. ഓക്കെ, അപ്പൊ അതൊക്കെ ചെയ്യണം. അപ്പൊ അത് കണ്ടുപിടിച്ചതിന് ശേഷമേ പറ്റുള്ളൂ. അപ്പൊ ഇതിവിടെ സ്റ്റോക്ക് ഉണ്ടാവില്ല. മനസ്സിലായോ? ക്ലിയർ ആയോ? ചോദിച്ചാൽ പറയോ? ഓക്കെ, ഇനി എന്താ മൂന്നാമത്തെയോ? അതായത് ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസ് ഓക്കെ, ഡോക്ടേഴ്സ് ആർ use the formulary to find out which medications the hospital has to available to treat a given symptom or condition. ഒരു ഹോസ്പിറ്റലിൽ വരുന്ന രോഗിയുടെ എന്ത് രോഗമായിട്ടാണ് വരുന്നത്, അവർക്ക് ഏതൊക്കെ മരുന്നുകൾ കൊടുക്കണം എന്ന് തീരുമാനിക്കാനായിട്ട് ഡോക്ടേഴ്സ് എന്തുപയോഗിക്കണം? ആ ഹോസ്പിറ്റലിന്റെ ഈ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫോർമുലറി നോക്കണമെന്ന്. അത് നോക്കിയിട്ട് അതിനകത്ത് പ്രകാരം ഇന്ന രോഗിയാണ് എന്റെ മുമ്പിലിരിക്കുന്നത്, അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്ന ഇന്ന മരുന്ന് അത് ആ ഫോർമുലറിയിൽ ഉണ്ടോ നോക്കുക. ഓക്കെ, അതുണ്ട്. അപ്പൊ തന്നെ അത് പ്രിസ്ക്രൈബ് ചെയ്തു. ഇന്ന മരുന്ന്. അപ്പൊ ഇന്ന ചുമയുണ്ട്, അപ്പൊ ചുമയ്ക്ക് വേണ്ടത് ഞാൻ ഉദ്ദേശിക്കുന്ന മരുന്ന് ഇന്നതാണ്. അപ്പൊ ആ മരുന്നുണ്ടോ? ഉണ്ട്. അപ്പൊ അതങ്ങനെ എഴുതി കൊടുത്തു. ഓക്കെ, അപ്പൊ ഫോർമുലറി അവർ വെച്ച് നോക്കണം. എന്നിട്ട് ഉണ്ടോന്ന് നോക്കിയിട്ടേ കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഇല്ലാത്ത മരുന്ന് ഡോക്ടർ രീതിയിൽ അങ്ങനെ എഴുതി വെച്ചു, പക്ഷെ അത് അവിടെ ചെല്ലുമ്പോ ഫാർമസിയിൽ അതില്ല. അങ്ങനെ പറ്റില്ല. അവരുടെ ഫോർമുലറിയിലും മരുന്നുകളുണ്ട്. ചിലപ്പോ ഇതിനെ തന്നെ മാച്ച് ചെയ്യുന്ന മറ്റു മരുന്നുകൾ ഉണ്ടാകാം പുറത്ത്, പക്ഷെ അതല്ല. ഹോസ്പിറ്റലിന്റെ ഫോർമുലറിയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മരുന്നുകളാണ് അവർ പ്രിസ്ക്രൈബ് ചെയ്യേണ്ടത് ഡോക്ടേഴ്സ്, അല്ലാതെ വേറെയല്ല. മാത്രമല്ല ഈ പറയുന്ന മെഡിസിൻസ് മറ്റു മെഡിസിൻസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അത് എന്തെങ്കിലും മേ കോസ് എനി ഡേഞ്ചർ, എന്തെങ്കിലും ഡേഞ്ചർ ഉണ്ടാകാൻ സാധ്യതയുള്ള മരുന്നുകളാണോ കൊടുക്കുന്നത്, അല്ലെങ്കിൽ മറ്റൊരു മരുന്നുമായിട്ട് കൂടിച്ചേർന്ന് അതിന് വേറെ കണ്ടീഷൻസ് വരാൻ സാധ്യതയുണ്ട്. അതൊക്കെ നോക്കിയിട്ട് എൻഷുർ ചെയ്തിട്ട് മാത്രമേ മരുന്നുകൾ കൊടുക്കാൻ പാടുള്ളൂ, എഴുതി കൊടുക്കാൻ പാടുള്ളൂ. ക്ലിയർ? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ 1-2 പ്രാവശ്യമൊക്കെ ഒന്നുകൂടി വായിച്ചൊക്കെ നോക്കാം. സോ ദാറ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകും. നമ്മുടെ സമയം കഴിഞ്ഞു ഓൾറെഡി.